വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വരിക. ഭഗവാന്റെ ദീപാരാധനയാണ്. എല്ലാവരും തൊഴുത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥന ഭഗവാൻ കേൾക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിത്യസാന്നിധ്യം, എവിടെയാണോ ഭാഗവതം പാരായണം ചെയ്യുന്നത് അവിടെ ഭഗവാന്റെ നിത്യസാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക. ശബ്ദബ്രഹ്മമയീ ചരാചരമയീ ജ്യോതിർമയീ വാങ്മയീ നിത്യാനന്ദമയീ നിരഞ്ജനമയീ തത്വമയീ ചിന്മയീ
തത്വാതീതമയീ പരാത്പരമയീ മായാമയീ ശ്രീമയീ സർവൈശ്വര്യമയീ സദാശിവമയീ മാം പാഹി മീനാംബികേ. തസ്യൈ ദിശേ സതതമഞ്ജലിരേഷ പുഷ്പൈഃ പ്രക്ഷിപ്യതേ രസഭരൈർമധുരദ്വിരേഭൈഃ ജാഗർത്തി യത്ര ഭഗവാൻ ഗുരുചക്രവർത്തി വിശ്വോദയ പ്രളയ നാടക സൂത്രധാര വിശ്വോദയ പ്രളയ നാടക സൂത്രധാര. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ഓം. അതിവിശിഷ്ടമായ ശ്രീ പോണേക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പരിഹാര കർമ്മങ്ങളുടെ ഭാഗമായ ഭാഗവത പാരായണത്തിലെ രംഗമാണ്, വേദിയാണുള്ളത്. ക്ഷേത്രത്തിന്റെ ചൈതന്യവർദ്ധനവിനും ആ ഗ്രാമവാസികളായ ഭക്തന്മാരുടെ ശ്രേയസ്സിനും വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ ഇതുപോലെ ദോഷനിവർത്തകങ്ങളായ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. കാരണം എപ്പോഴും മുൻപ് അതിനുള്ള ദൃഷ്ടാന്തം പറഞ്ഞിട്ടുള്ളതാണ്. ക്ഷേത്രത്തിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? കാരണം എല്ലാ ദോഷങ്ങളെയും നീക്കുന്ന ആളല്ലേ ഭഗവാൻ. അപ്പൊ പിന്നെ ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് പറഞ്ഞ അതേ ദൃഷ്ടാന്തം വീണ്ടും ആവർത്തിക്കാം. കാരണം മറവി എന്നുള്ളത് വേണ്ട കാര്യങ്ങളെ മറക്കുള്ളൂ കേട്ടോ, വേണ്ടാത്തത് നമ്മൾ മറക്കാറില്ല. അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട്. അപ്പൊ മറവി മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ളതാണ് അല്ലെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാവും. അങ്ങനെയാണ്. പണ്ട് നടന്ന എന്തോ സംഭവം പറഞ്ഞിട്ട് ഇന്നും നടക്കുന്നത് കാണാം. അന്ന് എന്നെ കണ്ടപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇല്ലേ, വേണ്ട എത്രയോ കാര്യമുണ്ട്, അത് ഓർമ്മയിലും ഉണ്ടാവില്ല. അത് സ്വാഭാവികമായിട്ടുള്ളത്, ആരും കുഴപ്പമില്ല. അത് എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ എപ്രകാരമാണ് ഒരു വിളക്കിന്റെ ചില്ലില് ആ ദീപത്തിന്റെ പ്രഭാവം കൊണ്ട് തന്നെ അവിടെ പുകയുണ്ടാവുന്നു, ആ കരി പിടിക്കുന്നതായിട്ടുള്ള ആ വിളക്കിന്റെ ചില്ല് തുടച്ചു വൃത്തിയാക്കിയാൽ മാത്രമേ അതിന്റെ പ്രകാശം തൊട്ട് അതിന്റെ ചുറ്റുഭാഗത്ത് ഇരിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ കിട്ടൂ. വായിക്കാനോ എഴുതാനോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനും അതിന്റെ പ്രകാശം തടസ്സങ്ങളില്ലാതെ കിട്ടണമെങ്കിൽ ഇടയ്ക്ക് ആ വിളക്കിന്റെ ചില്ല് തുടച്ചു വൃത്തിയാക്കണമെന്നുള്ളതാണ്. അതുപോലെയാണ് ആ ഭഗവാന്റെ ചൈതന്യം, ഭഗവാന്റെ ആ അനുഗ്രഹ ശക്തി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പരിസരവാസികളായിട്ടുള്ള ഗ്രാമവാസികളായിട്ടുള്ള നമുക്ക് വേണ്ട രീതിയിൽ അനുഭവവേദ്യമായി തീരണമെങ്കിൽ ആ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ, ഉദാഹരണത്തിന് സൂര്യന്റെ പ്രകാശം വേണ്ട രീതിയിൽ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഇടയ്ക്ക് കാർമേഘങ്ങളുടെ തടസ്സമുണ്ടാകുമ്പോൾ ആ സൂര്യപ്രകാശം നമുക്ക് ലഭ്യമാകാത്തതുപോലെ ആ ക്ഷേത്ര ചൈതന്യത്തെ ആശ്രയിച്ച് അവിടെ പല ദോഷങ്ങളും പലപ്പോഴും വരാറുണ്ട്. അപ്പൊ അതിനെ ഇടയ്ക്ക് മാർജനം ചെയ്യുക, ശുദ്ധീകരിക്കുക എന്നുള്ളത് ആ ക്ഷേത്ര ചടങ്ങുകളുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വേണ്ടതാണ്. അപ്പൊ അതുപോലെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിലെല്ലാ ഭക്തജനങ്ങളും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് പങ്കെടുക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കഴിവിനനുസരിച്ച്, നമ്മുടെ സമയത്തിനനുസരിച്ച് ചെറിയ രീതിയിലെങ്കിലും അതിൽ പങ്കെടുക്കുക. കാരണം ഭഗവാൻ പറഞ്ഞുവല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണന്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ. പലപ്പോഴും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല അല്ലേ. ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്, അതിലൊന്ന് പങ്കെടുക്കണം, അയ്യോ എന്താ ഏട്ടാ ഒന്നും പറയേണ്ട, സമയമില്ല അല്ലേ. ഒന്ന് വന്നു പൊക്കൂടെ, വേണമെന്ന് ആഗ്രഹണ്ടേ, സാധിക്കണ്ടേ. കുറെ കഴിയുമ്പോൾ ഭഗവാൻ അവസാനം നെഞ്ചത്തടിച്ച് വരുത്തും എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള അവസ്ഥ വരുത്താതിരിക്കുക അല്ലെ, നല്ല രീതിയിൽ തന്നെ വരിക എന്നുള്ളതാണ്. കാരണം വല്ല ആപത്തും വരുമ്പോഴാണ് അപ്പം നമ്മൾ ഓടി വരിക എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ആവരുത് ദിവസവും വരിക. അത് നമ്മൾ നേരത്തെ
ദ്വാരകയിലെ കഥയായിട്ട് പറയണ്ടായി എന്നുള്ളതാണ്. ആപത്തുകൾ വരുന്ന സമയത്ത് ആപത്ത് ഒഴിവാവാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ എന്നുള്ളത് നാരദ മഹർഷി ഉപദേശിച്ചതായിട്ട് നമ്മൾ രാവിലെ കണ്ടു. അപ്പൊ ആപത്ത് വരുമ്പോ ഭജിക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യമേ ഭജിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആപത്ത് നമുക്ക് വരാതിരിക്കുമെന്നുള്ളതാണ്. അപ്പൊ മഴക്കാലമാണ്, മഴക്കാലത്ത് നമ്മൾ പുറത്തിറങ്ങാറുണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് പുറത്തിറങ്ങാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലാണ്, ബാഗിൽ ഒരു കുട കയ്യിൽ വെച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാം. അതൊന്നും ഇല്ലാണ്ട് വരുന്നിടത്ത് വെച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാം, അല്ലെ? രണ്ട് രീതിയിൽ നമ്മൾ പോവാറുണ്ട്. ഇടയ്ക്കാണ് പടകോന്ന് പറഞ്ഞിട്ട് മഴ പെയ്യുക. മഴ പെയ്തു കഴിഞ്ഞാലോ പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിൽ കുടയുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, എടുക്കുക, നിവർത്തുക, സുഖമായിട്ട് നടന്നു പോരുക, ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിലോ ഈ നേരത്താണോ മഴ പെയ്യാണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല, അല്ലെ? മഴയെ ചീത്ത പറയും, എല്ലാവരിനെയും ചീത്ത പറയും. അപ്പൊ ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ മതി. 25 കിലോ ഭാരമൊന്നുമില്ല, ഒരു ചെറിയ കുട ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഗമമായിട്ട് നടന്നു പോരാം എന്നുള്ളതാണ്. ഇത് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമുക്ക് കഴിവുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, നമ്മുടെ സമയത്തിൽ നിന്ന് കുറച്ച് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആ മാറ്റിവെച്ചിട്ട് ചെയ്യേണ്ട ഈശ്വര ഭജനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുമ്പോഴാണ് ഈ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ നമ്മുടെ പുണ്യമായിട്ട് മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ വരുമാനത്തിന്റെ ഒരംശം നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ശമ്പളം, നമ്മൾ ജോലിക്ക് പോയിട്ടുള്ള കിട്ടുന്നതിൽ നിന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടുന്നത് ചെലവഴിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, അല്ലെ? ഒരു 1000 രൂപ പോക്കറ്റിൽ വെച്ചിട്ട് ഒന്ന് വട്ടം കറങ്ങി വരുമ്പോഴേക്ക് ഏത് വഴിക്കാ പോയതെന്ന് അറിയില്ല. ആ രീതിയിൽ അത് ചെലവഴിക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെയുള്ള ചെലവിൽ നിന്നും മാറ്റിവെച്ചിട്ട് ഒരു 50 രൂപയോ ഒരു 100 രൂപയോ ഒരു പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ബാങ്കിലോ എവിടെങ്കിലും നമ്മളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ നമ്മളത് അങ്ങനെ ഇട്ട് വെക്കുന്ന സമയത്ത് ഡെയിലി ഒരു 50 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാക്കറ്റ് കപ്പലണ്ടി വാങ്ങിക്കുന്ന കാശേ ഉള്ളൂ, അല്ലെ? അത്രയേ ഉള്ളൂ അത്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു 50 രൂപ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരാവശ്യം വരുമ്പോൾ ബാങ്കിൽ കുറച്ച് കാശുണ്ടാവും എന്നുള്ളതാണ്. അത് സമ്പാദ്യം എന്നുള്ളത് എന്തായാലും നമ്മൾ പറയേണ്ടായി. സമ്പാദ്യശീലം എന്നുള്ളത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ നമ്മൾ ശീലിക്കേണ്ടതാണ്. കാരണം നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്വരുക്കൂട്ടി വെക്കുന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കൂ. ഇത് രണ്ട് കാര്യം അങ്ങനെയാണ്. നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ കാശിന്റെ കാര്യം പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു പുണ്യം എന്ന് പറയുന്നത്. ഒരുമിച്ച് നമുക്ക് വലിയ അശ്വമേധയാഗരണം നടത്താമെന്ന് വിചാരിച്ചാൽ അതൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും കുറച്ച് സമയം ഈശ്വര ഭജനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോകും. അപ്പൊ ആ ഒരു പുണ്യം നമുക്ക് ഉണ്ടാവും എന്നുള്ളത് നേരത്തെ കഥകളിലൂടെ ഒക്കെ കണ്ടു. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുരാണ പാരായണം എന്നുള്ളതൊക്കെ സംഘടിപ്പിക്കുന്നത്. ക്ഷേത്രങ്ങളോടനുബന്ധമായിട്ട് സത്സംഗങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നത് കൊണ്ടാണ്. സത്സംഗങ്ങൾ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ ആരെങ്കിലും ആളുകൾ വന്ന് നമുക്ക് പറഞ്ഞു തരിക. കുറച്ചു സമയം, മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ക്ഷേത്രങ്ങളിൽ സത്സംഗം ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു വ്യവസ്ഥയായിട്ട് പറയുന്നത്. മാസത്തിൽ ഒരു ദിവസം. അപ്പൊ ആ മാസത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരമാവധി എല്ലാവരും പങ്കെടുക്കുക. അത് നമുക്ക് ഹിന്ദു സമൂഹത്തിൽ മാത്രമാണ് ഇത് ഇല്ലാത്തതേ. ക്രിസ്ത്യൻസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ആഴ്ചയിലും അവർക്ക് പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ അവരുടെ അച്ഛൻ്റെതായിട്ടുള്ള പ്രസംഗം ഉണ്ട്. ആരോ പറഞ്ഞ് അച്ഛൻ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പോരും എന്നുള്ളതൊക്കെ പറഞ്ഞു. അതിപ്പോ ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. കാരണം അത് സ്വാഭാവികമാണ്. കാരണം ചിലപ്പോൾ ഈ പ്രഭാഷണമൊക്കെ കേട്ടിരിക്കുന്ന സമയത്ത് നമുക്കും നമ്മുടേതായിട്ടുള്ള മാനസികാവസ്ഥയൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. എന്നാലും മറ്റു വിഭാഗക്കാർക്ക് അവർക്ക് അവരുടെ പള്ളിയിലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളും മദ്രസയിലും മറ്റുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും വിശാലമായിട്ടുള്ള ശാസ്ത്ര സമ്പത്തുള്ളതായ പൈതൃക സാമ്രാജ്യം കയ്യിലുള്ളതായ നമുക്ക് ഇതിനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് പ്രത്യേകത. കാരണം നമ്മുടെ ഈ കാര്യങ്ങൾ ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടും അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളെ കൊണ്ടും നമ്മളിത് നോക്കാറുമില്ല, കേൾക്കാറുമില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ഈ സത്സംഗങ്ങളുടെ ആവശ്യകത എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പൊ വീണ്ടും നമുക്ക് ഇന്നത്തെ കുറച്ച് സമയമുള്ളൂ. ആ സമയത്ത് നമുക്ക് ഭാഗവതത്തിലൊരു കഥയിലേക്ക് കയറാം.
കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അതിന്റെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ നാരദൻ വന്നിട്ട് ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുന്നതാണ് കഥ. ഗൃഹസ്ഥാശ്രമം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ? കുടുംബം വേറെ ഒന്നുമില്ല, നമ്മൾ ജീവിക്കുന്നത് തന്നെ. ഇതിനെ കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഭാഷയിൽ ഗൃഹസ്ഥാശ്രമം എന്ന് പറയും, അത്രയേ ഉള്ളൂ. മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗൃഹസ്ഥാശ്രമം എന്നുള്ളതിന്റെ കാര്യങ്ങൾ. അപ്പോ നാരദ മഹർഷിക്ക് ഒരു അത്ഭുതം വേറെ ഒന്നുമല്ല. 16,008 വിവാഹമാണ് കൃഷ്ണൻ നടത്തിയിട്ടുള്ളത് അല്ലേ? അത് മുമ്പ് പറഞ്ഞു, എന്താണെന്നുള്ളത് പറഞ്ഞു. 16,008 സ്ഥലത്തും ആ വ്യത്യാസം പറയുന്നുണ്ട്. അതിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഏകസ്മിൻ മുഹൂർത്തെ എന്നാണ് പറയുന്നത്. ഒരേ സമയത്ത് ആ 16,008 കന്യകമാരെ വിവാഹം കഴിക്കുന്ന ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് വരാം. അപ്പൊ ഭഗവാൻ ഈ നരകാസുരനെ വധിക്കുകയാണല്ലോ ചെയ്തത്. നരകാസുരൻ ഈ മറ്റുള്ള ആളുകളെയൊക്കെ അടക്കി ഭരിച്ച് അവരുടെ സമ്പത്തൊക്കെ കൈയടക്കി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി. ആസുരന്മാരുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഏറ്റവും തമാശ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ നരകാസുരൻ വാസ്തവത്തിൽ ഭഗവാന്റെ തന്നെ പുത്രനാണ്. ഭഗവാൻ വരാഹാവതാരം എടുത്തു. വരാഹാവതാരം എടുത്തിട്ട് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നതായിട്ടുള്ള കഥ നമുക്കറിയാം. ആ വരാഹ അവതാരത്തില് ഭൂമി ദേവിയിൽ ഉണ്ടായിട്ടുള്ള പുത്രനാണ് നരകാസുരൻ. അപ്പൊ നരകാസുരൻ ഇങ്ങനെയുള്ള സ്വഭാവം എങ്ങനെയാ ഒരാൾ ഇങ്ങനെ ദുഷ്ടനായി മാറാൻ പാടുണ്ടോ? ഭഗവാന്റെ പുത്രനായിട്ട് കൂടി ഭഗവാൻ ഉത്തമനാണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഭഗവാന്റെ പുത്രനായിട്ടുള്ള നരകൻ പിന്നെ ഇങ്ങനെയാണ് നരകാസുരനായി മാറിയത് എന്നുള്ള ഒരു ചോദ്യം അവിടെ വരിക. അവിടെയാണ് പറയുന്നത് സംസർജയാ ദോഷഗുണാ ഭവന്തി. നമ്മൾ ഏത് തരത്തിലുള്ള ആളുകളുമായിട്ടാണോ കൂട്ടുകൂടുന്നത് അവരുടെ സ്വഭാവം ക്രമേണ നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണൊരു പ്രത്യേകത. ഈ സംസർഗത്തിനനുസരിച്ചിട്ടാണ് നല്ല ശീലങ്ങളും മോശമായിട്ടുള്ള ശീലങ്ങളും പഠിക്കുന്നത്. നമ്മുടെ ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ, ജനിച്ചു വരുന്ന ഒരു കുട്ടി ജനിച്ചു വന്നു. 1 വയസ്സ് 2 വയസ്സ് ആ പ്രായം 2-2.5 വയസ്സ് വരെയുള്ള ഒരു കുട്ടി. എന്തെങ്കിലും ദുശീലങ്ങൾ ആ കുട്ടിക്കുണ്ടോ? എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ? ആകെ വിരല് വായിലിടുക തുടങ്ങിയിട്ടുള്ള ശീലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. ഒരു 18-25 വയസ്സാവുമ്പോഴേക്ക് എന്തെല്ലാം പഠിക്കുന്നുണ്ട്? ഇനി ഏറ്റവും വലിയ തമാശ എന്നൊക്കെ ഇതൊക്കെ പഠിക്കുന്നത് എവിടുന്നാന്നറിയോ? അത് തന്നെ, എവിടുന്നാ? സ്കൂളിൽ പോകുമ്പോഴാണ് ഇതൊക്കെ പഠിക്കുന്നത് അല്ലേ? സ്കൂളിൽ പിന്നെയും കുറച്ചുണ്ട്. കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാൽ കലാലയത്തിലേക്കാണ് പോണ. സകല കലകളും പഠിക്കും എന്നുള്ളതാണ് അല്ലേ? പൂർണ്ണമായിട്ടാ തിരിച്ചു വരിക. അപ്പൊ ഇത് ഒരു തമാശയായിട്ട് പറഞ്ഞെങ്കിൽ കൂടിയിട്ട് ഈ ശീലങ്ങളൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരായിട്ടുള്ള ആളുകൾ കൂട്ടുകൂടുന്നു. ആ ആളുകളുമായിട്ട് കൂട്ടുകൂടുമ്പോൾ പതുക്കെ ഓരോ ശീലങ്ങൾ പതുക്കെ നമ്മളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അത് നല്ല ശീലങ്ങളാവാം, മോശമായിട്ടുള്ള ശീലങ്ങളാവാം. അത് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏത് തരത്തിലുള്ള ആളുകളുമായിട്ടാണോ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത്, കൂട്ടുകൂടുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ നല്ല ആളുകളുമായിട്ടാണ് കൂട്ടുകൂടുന്നതെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കും, നമുക്ക് അവിടെ പോവാം. അങ്ങനെയാണ് പലപ്പോഴും ഈ ആളുകളൊക്കെ സപ്താഹത്തിനൊക്കെ വരുന്നത്. പലപ്പോഴും നമ്മൾ നോക്കിയാൽ അറിയാം, ആദ്യമായിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് വെറുതെ ഫ്രീ ആണെന്ന് ഒരു കാര്യം ചെയ്യാം, കൂട്ടുകാരുണ്ട്, എടാ നമുക്ക് അവിടെ നിന്ന് പോയാൽ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ട് അത്ര, നമുക്ക് ഉച്ചയ്ക്ക് ഊണും കിട്ടും, പോയി നോക്കിയാലോ, ഇന്ന് പോയി നോക്കാം. ആദ്യമായിട്ട് വരുന്ന ആളുകൾ അങ്ങനെയാണ്. അങ്ങനെ വരുന്നു, സംഗതി ഒരു പിടിയില്ല. രാമായണം അല്ലെങ്കിൽ ഭാഗവതം കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്ന് അറിയാത്ത ആളാണ് വരുന്നത്. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ പോയി തുടങ്ങണതാണേ. അവിടെ വന്നിരുന്നു, സംഗതി ഇരുന്ന് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്, കൊള്ളാല സംഗതി, കുഴപ്പമില്ല കേട്ടോ സംഗതി. ഉച്ചയ്ക്ക് ഊണുണ്ട്, എന്തൊക്കെയോ കഥ കേൾക്കണമുണ്ട്, സംഗതി ചെലവ് വേറെ ഒന്നുമില്ല, നമുക്ക് നാളെയും വന്നാലോ. ഇങ്ങനെയാണ് ഓരോന്നും തുടങ്ങുക. അപ്പൊ ഇതും ഒരു തുടക്കം, ഒരു കൂട്ടുകെട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. മോശമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ നരകാസുരൻ ഭഗവാന്റെ പുത്രനാണെങ്കിൽ കൂടിയിട്ട് ആ കാലത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് ക്രമേണ കൂട്ടുവന്നു. അതിന്റെ ഫലമായിട്ടോ ഈ നരകനും, വളരെ പൊതുവേ ഒരു നല്ല സ്വഭാവക്കാരനായിരുന്ന ആ നരകനും ക്രമേണ അവരുടെ കൂടെ കൂടിയിട്ട് മഹാദുഷിച്ചവനായി.
അങ്ങനെയാണ് പിന്നീട് ഈ 16,000 രാജകുമാരിമാരെയൊക്കെ കൊണ്ടുപോയിട്ട് തടവിലാക്കുന്നതും, ഇന്ദ്രന്റെ അമ്മയുടെയായിട്ടുള്ള അതിഥിയുടെ കുണ്ടലങ്ങൾ മോഷ്ടിക്കുന്നു, വരുണന്റെ വെൺകൊറ്റക്കുട കൊണ്ടുവരുന്നു, ഇതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ കീഴടക്കി കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഇന്ദ്രൻ പറഞ്ഞതിനനുസരിച്ച് പിന്നീട് ഭഗവാൻ സത്യഭാമയുടെ കൂടെ നരകാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നത്. നരകാസുരന്റെ കോട്ടയിലേക്ക് വരുന്ന സമയത്ത് പ്രാഗ്ജ്യോതിഷം എന്ന് പറഞ്ഞ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള കോട്ടയാണ്. എല്ലാ തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ലോക്കുകളാണ് ആ കോട്ടയിൽ. പല തരത്തിലുള്ള കോട്ടകളുണ്ട്, സെൻസറുകളൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. അതൊക്കെ തകർത്തിട്ടാണ് പിന്നീട് അവസാനം നരകാസുരനെ വധിക്കുന്നു. നരകാസുരനെ വധിച്ചതിന് ശേഷം ഭഗവാൻ ജയിലിലുണ്ടായിരുന്ന ഈ രാജകുമാരിമാരെയൊക്കെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് മോചിപ്പിച്ചു. എന്നിട്ട് അവര് വേണ്ട രീതിയിൽ അവർക്ക് നല്ല വസ്ത്രങ്ങളും അവരുടെ അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് ഭഗവാൻ അവരോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളൊക്കെ നിങ്ങളുടെ രാജ്യത്തേക്ക് പൊക്കോളൂ, നിങ്ങൾ ഈ നരകന്റെ തടവിലായിരുന്നു ഇത്രയും കാലം, നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തേക്ക് പോകാനുള്ള എല്ലാ വ്യവസ്ഥയും ചെയ്തു തരാം എന്ന് പറഞ്ഞ് അതിന് വേണ്ട വ്യവസ്ഥകളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ അപ്പൊ ഈ രാജകുമാരിമാർ പറയുന്ന ഒരു കാരണം, ഈ ഭഗവാൻ 16,000 വിവാഹം കഴിക്കാനുണ്ടായ ഒരു റീസൺ ആണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അവരെല്ലാവരും കൂടി വന്ന് പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആവശ്യം, അല്ലെങ്കിൽ അവർ പറയുന്നത്. അപ്പൊ ചോദിച്ചു എന്താണത് കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, ഞങ്ങൾ രാജകുമാരിമാരാണ്, ഇത്രയും കാലമായിട്ട് നരകാസുരനെ പോലെയുള്ള മഹാക്രൂരനും ദുഷ്ടനും തെമ്മാടിയുമായിട്ട് ഒരാളുടെ തടവിലാണ് ഞങ്ങൾ ഇത്രയും കാലം കിടന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഇനി ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നും ഒരു ചീത്തപ്പേര് ബാക്കിയുണ്ടാവും, അല്ലേ? ഒരു ദുഷ്ടനായിട്ടുള്ള ഒരാളുടെ തടവിൽ കിടക്കുകയുണ്ടായത്, ആ തടവിൽ കിടന്നതായിട്ടുള്ള ഞങ്ങളെ ആരാണ് ഒരു നല്ല വ്യക്തിയായിട്ട് കണക്കാക്കുക? പരമപരിശുദ്ധയായിട്ടുള്ള ശ്രീരാമന്റെ പത്നിയായിട്ടുള്ള സീതാദേവി രാവണന്റെ ലങ്കയിൽ തടവിലിരുന്നിട്ട് പോലും സീതാദേവിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാതിരിക്കുവോ? അപ്പൊ സ്വന്തം നാട്ടില് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനത്തോടു കൂടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും മോശമായിട്ടുള്ളൊരു കാര്യം എന്താണുള്ളത്? സ്വന്തം ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അധിക്ഷേപത്തിന് ഇടയായിട്ട് ആത്മാഭിമാനം ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഭേദം മരിക്കുന്നതാണ്. ഇനിയിപ്പോ ഒന്നാമത് യോഗ്യരായിട്ടുള്ള ആരും ഞങ്ങളെ വിവാഹം കഴിക്കില്ല. ഇനി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാരണവശാൽ ഞങ്ങളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം, 1-2 വാക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് പറയും, നീ എത്ര വലിയ ശീലാവധി ഒന്നും ചമയണ്ട, നീ നരകാസുരന്റെ തടവിലല്ലേ കടന്നിരുന്നത് എന്ന് പറയും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം നരകാസുരന്റെ തടവിൽ കിടന്ന് ഒരുപാട് പീഡനങ്ങൾ ഞങ്ങൾ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകില് ഞങ്ങളെ അങ്ങ് ദ്വാരകയിലേക്ക് കൊണ്ടുപോവുക. കാരണം ദ്വാരകയിൽ ഞങ്ങളെ ആരും അറിയില്ല, അവിടെ ഒരു സാധാരണക്കാരായിട്ട് വേണമെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാം. അപ്പൊ ദ്വാരകയിൽ കൊണ്ടുപോയാൽ ഞങ്ങൾ അവിടെ ജീവിക്കാം. അല്ലാന്നുണ്ടെങ്കിലോ ഞങ്ങൾ മരണമാണ് തെരഞ്ഞെടുക്കുന്നത്. ഇതിൽ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം രണ്ടും ഞങ്ങളുടെ ജീവിതത്തിന്റെ ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങേക്ക് ഞങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദ്വാരകയിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഞങ്ങളെ ഉപേക്ഷിച്ചോളോ, കുഴപ്പമില്ല. ഞങ്ങൾ എന്താണെങ്കിലും ഞങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോവില്ല, ഞങ്ങൾ മരണത്തിന്റെ വഴി തെരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ആ ദൃഢമായിട്ടുള്ള വാക്കുകൾ കേട്ടതായിട്ടുള്ള കൃഷ്ണന് മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ പറയും, നിങ്ങൾ മരിക്കൊന്നും വേണ്ട, നിങ്ങൾ എല്ലാവരും ദ്വാരകയിലേക്ക് വന്നോളൂ എന്ന് പറയുക. അങ്ങനെയാണ് ഭഗവാൻ ഈ 16,000 പേരെ ദ്വാരകയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഒരേ മുഹൂർത്തത്തിൽ ഇവരെ വിവാഹം കഴിച്ചു എന്ന് പറയണം. അതിന് കഴിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ 16,000 രൂപം എടുത്ത് ഭഗവാൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി അതിന് വേറൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് പട്ടമഹിഷി എന്നുള്ളൊരു പദവി കൊടുത്തു എന്നുള്ളതാണ്. ദ്വാരകയിൽ പോയിട്ട് ഇവരൊക്കെ രാജകീയമായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആളുകളാണ് എന്നുള്ള രീതിയിൽ, കാരണം മറ്റുള്ള ആളുകൾ അവരെ മോശമായിട്ടുള്ള ദൃഷ്ടിയിൽ കാണാനോ അവരോട് പെരുമാറാനോ ചെയ്യാത്ത രീതിയിൽ അവർക്ക് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ദ്വാരകയിലുള്ള പ്രത്യേകമായിട്ടുള്ളൊരു പദവി കൊടുത്ത്, ഭഗവാന്റെ പത്നിമാരെന്നുള്ള രീതിയിലുള്ള ഒരു പദവി കൊടുത്ത് അവരെ പ്രത്യേകം സംരക്ഷിച്ചു എന്നുള്ള ആ ഒരു അർത്ഥത്തിലും പറയാറുണ്ട്. അങ്ങനെയാണ് ഈ 16,008 വിവാഹങ്ങൾ നടക്കുന്നത്. അതെന്താണ് അതിന്റെ ഒരു താത്വികമായിട്ടുള്ള വശം എന്നുള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. അങ്ങനെ ഈ 16,008 വിവാഹം കഴിച്ച് ജീവിക്കുന്നതായിട്ടുള്ള കൃഷ്ണനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷി വരുന്നത്. നാരദ മഹർഷി ഇത്തിരി കുസൃതിക്കാരനാണല്ലോ.
അപ്പൊ ഒരു ദിവസം നേരെ രാവിലെ പുറപ്പെട്ടു. ഈ 16,008 സ്ഥലത്ത് കയറി ഇറങ്ങണമെങ്കിൽ സമയം കുറച്ച് പിടിക്കുവേ. അപ്പൊ രാവിലെ പുറപ്പെട്ടിട്ട് നേരെ ആദ്യം രുക്മിണിയുടെ കൊട്ടാരത്തിലാണ് ചെല്ലുന്നത്. രുക്മിണിയുടെ കൊട്ടാരത്തിൽ ചെന്ന സമയത്ത് ഭഗവാൻ അവിടെ രാവിലെ സന്ധ്യാവന്ദന കാര്യങ്ങൾ ചെയ്യാണ്. രാവിലെ കുളി കഴിഞ്ഞു, അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. രാവിലെ ഈ കട്ടൻ ചായ കുടിക്കലും ബിസ്ക്കറ്റ് കഴിക്കലും പത്രം വായനയും മാത്രമല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. രാവിലെ സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് ഗായത്രി മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടദേവതയുടെ മന്ത്രം ജപിക്കുക എന്നുള്ളത് ഒരു കുറച്ചെങ്കിലും അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു ശബരിമലയ്ക്ക്. പിന്നെ അല്ലാതെ ഈ വ്രതമൊന്നും ഇല്ലാണ്ട് ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പൊ ഈ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളെ കുറിച്ച് നോക്കിയാൽ അറിയാം, മുമ്പൊക്കെ ഒരു 5 മണിക്കെങ്കിലും എണീക്കും എന്നുള്ളതാണ് അല്ലേ. 5 മണിക്ക് എണീക്കും, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കുളിക്കാൻ പോകും. ബാക്കി എല്ലാവരും അയ്യപ്പന്മാരൊക്കെ കൂടിയിട്ട് കുളിക്കും. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വരുമ്പോഴേക്ക് ഏകദേശം ചായ കുടിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ ചെയ്യും. മാല അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര മണിക്ക് എണീക്കുക? മാല അഴിക്കുക മീൻസ് ശബരിമല പോക്ക് കഴിഞ്ഞ് ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ശങ്കരൻ തെങ്ങിന്റെ മുകളിൽ 6:30-7 മണിയാവും. അപ്പൊ ഞാനൊരാളോട് ഇതുപോലെ ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. സ്വാമി രാവിലെ എണീറ്റ് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചത്. ചോദിക്കുന്നത് ശരിയാണ് അല്ലേ. സംഗതി രാവിലെ എന്നും അമ്പലത്തിൽ പോകുന്നതൊന്നും നടക്കല്. രാവിലെ എണീക്കുക, ഒരു കട്ട ജോലിക്ക് പോവുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും നടക്കൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ കുറച്ചു സമയം എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പൊ രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് ഒരു 10 മിനിറ്റെങ്കിലും കുറച്ച് വേറെ വലിയ നമുക്ക് അത് അറിയില്ല ഇതറിയില്ല ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മുമ്പും പറഞ്ഞു, കുറച്ചു നേരം ആ പൂജാമുറി ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞാൽ, രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നമുക്ക് ഉണ്ടാവേണ്ട ചില ശീലങ്ങളെ കുറിച്ചിട്ട് വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. കുളിച്ചു കഴിഞ്ഞാൽ ഒരു ഭസ്മം തൊടുക എന്നുള്ളൊരു ശീലം. എല്ലാവരും അങ്ങനെ ഉള്ളവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ലതെങ്കിലും വിചാരിക്കാലോ അല്ലെ. എന്തിനാ ഇല്ല എന്ന് വിചാരിക്കണേക്കാളും നല്ല ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്കല്ല നല്ലത്. അപ്പൊ ഇല്ലാത്തവർ ചെയ്യുക, അത് നല്ലതാണ്. കാരണം അത് വളരെ ഏറ്റവും ഭസ്മത്തിന്റെയൊക്കെ മാഹാത്മ്യം ദേവീഭാഗവത്തിലാണെങ്കിലും മറ്റുള്ളതിലൊക്കെ ശിവപുരാണത്തിലൊക്കെ പറയണത്, ഈ ഭസ്മം കുറി തൊടുന്നതിന്റെ ആ മഹത്വം അറിയുമ്പോഴാണ് നമുക്കറിയാം. വെറുതെ അല്ല അമ്പലത്തിന്റെ മുമ്പിലൊക്കെ ഭസ്മം കുറച്ച് വെച്ചിട്ടുള്ളത്. എന്തിനാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ മുമ്പിൽ ഭസ്മം വെച്ചിട്ടുള്ളതെന്നൊക്കെ ചിലപ്പോൾ നോക്കാറുണ്ട്. ഈ പൗഡർ മാത്രം ഇട്ടാൽ പോരെ, ആ ഗുണം കിട്ടില്ല. പൗഡറൊക്കെ ഇട്ടോളൂ, എന്നാലും ഒരു കുറി ഭസ്മത്തിന്റെ ഒരു കുറി വരച്ചു കഴിഞ്ഞാൽ അതവിടെ ഭഗവാൻ അവിടെ ലിസ്റ്റിൽ ഇട്ടു എന്നുള്ളതാണ്. അത്രയും മാഹാത്മ്യമാണ് സന്ധ്യയ്ക്ക്. സന്ധ്യ എന്ന് പറഞ്ഞ രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. കുളി കഴിഞ്ഞ് ലേശം ഭസ്മം ഒന്ന് കുറി തൊടുക. തമിഴ്നാട്ടിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? കുറി തൊടാത്ത ആരെങ്കിലും കാണാറുണ്ടോ? ഇല്ല. കർണാടകക്കാരെ നോക്കിക്കഴിഞ്ഞാലും അവർ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കുളിച്ചാൽ കുറി തൊടും എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ പിന്നെ പ്രബുദ്ധരാണല്ലോ ആദ്യം തന്നെ, അതുകൊണ്ട് പിന്നെ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട്. അപ്പൊ അത് ഒരു ശീലം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം ഏതൊരു വീട്ടിലാണോ ഒരു ഭസ്മത്തിന്റെ സാന്നിധ്യം ഉള്ളത്, യമദൂതന്മാർ അവിടെ വരില്ല എന്നാണ് പറയണത്. കാരണം ഭസ്മം ആർക്ക് പ്രിയപ്പെട്ടതാണ്? മഹാദേവന് പ്രിയപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ഈ ശരീരത്തിലൊരു ഭസ്മത്തിന്റെ അംശം കണ്ടു കഴിഞ്ഞാൽ ശിവഭഗവാന്റെ ആളുകൾ പറയും ഞങ്ങളുടെ ആളുകളാന്ന് പറയും. ഇനി ചന്ദനാണെന്നുണ്ടെങ്കിൽ വൈഷ്ണവമായിട്ടുള്ളതാണ്, വിഷ്ണു ഭഗവാന്റെ ആളുകളാന്ന് പറയും. ആകെ മറ്റേ കോഴിക്കാലും കടിച്ചു വലിക്കുമ്പോഴാണ് ഈ യമദൂതന്മാർ വന്ന് കൊണ്ടുപോകണതേ. അതിന്റെ മണം കിട്ടുമ്പോഴാണ് അവർ വരുന്നത്. കാരണം രാവിലെ ഉച്ചയ്ക്ക് ഇതൊക്കെ കടിച്ചിട്ട് അങ്ങനെയുള്ളൊരു വിഷയങ്ങളുണ്ടല്ലോ. ഇത് ചുരുങ്ങിയ പക്ഷം ഇതെങ്കിലും കുറി തൊടുക എന്നുള്ളത് സാമാന്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സന്ധ്യാവന്ദനം അത് ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ രാവിലെ എണീറ്റ് സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയത്താണ് അപ്പൊ രുക്മിണി വന്ന് പറയുന്നുണ്ട്, അയ്യോ കൃഷ്ണൻ സന്ധ്യാവന്ദനം പൂജ കാര്യങ്ങളിലാണ് എന്ന്. ആയിക്കോട്ടെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി അടുത്തതായിട്ടുള്ള ഗൃഹത്തിലേക്ക് പോവാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ സത്യഭാമയുടെ കൊട്ടാരത്തിലേക്കാണ് ചെല്ലുന്നത്. അവിടെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ സന്ധ്യാവന്ദന പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ദാനം കൊടുക്കുകയാണ്. കൃഷ്ണൻ ദിവസവും ദാനം കൊടുക്കും. സ്വർണവും രത്നവും ഒക്കെ ആവശ്യക്കാർക്ക് രാവിലെ കൊടുക്കും എന്നുള്ളതാണ്. ദാനം കൊടുക്കും. അപ്പൊ ഈ ദാനം കൊടുക്കുന്നതായിട്ടുള്ള രംഗമാണ്. വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെ ധരിക്കുന്ന, ഇനി ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ രാവിലത്തേതായിട്ടുള്ള ഡ്രസ്സ് വേറെ, കുളി കഴിഞ്ഞ് നാമം ജപിക്കുമ്പോഴൊക്കെ ഉള്ളൊരു ഡ്രസ്സ് വേറെയുണ്ട്. ഒഫീഷ്യൽ ഡ്രസ്സിങ് ഉണ്ടല്ലോ, അപ്പൊ അത് ആവശ്യമാണ്. അപ്പൊ അത് വേണ്ട രീതിയിൽ ടിപ് ടോപ്പ് ആയിട്ട് വേറുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ വസ്ത്രം ധരിക്കുന്നു, മാലയും ആഭരണങ്ങളും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ടൈ, അതുപോലെ തന്നെ ടാഗ്. അതിപ്പോ അതാണല്ലോ, വേറെ മാല ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടാഗ് ഇല്ലെങ്കിൽ അങ്ങോട്ട് കയറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഒഫീഷ്യൽ സിമ്പിൾസ് ആയിട്ടുള്ളത്. അപ്പൊ
അതൊക്കെ ധരിക്കുകയാണ്. അങ്ങനെ വേറെ സ്ഥലത്ത് ചെന്നപ്പോൾ പ്രാതൽ ഭക്ഷണം കഴിക്കണോ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന കൃഷ്ണനെയാണ് കാണുന്നത്. 16,007 കൊട്ടാരങ്ങളിലും പോയി അല്പജല കാര്യങ്ങളിൽ ഒഴിവാക്കിയിട്ട് ബാക്കി ഏത് കൊട്ടാരത്തിൽ ചെല്ലുമ്പോഴും കൃഷ്ണനെ എപ്പോഴാണോ നാരദനെ കാണുന്ന സമയത്ത് തന്നെ കൃഷ്ണനും പത്നിയും കൂടി വേഗം വന്ന് നാരദ മഹർഷിയെ വളരെ ആദരവോടുകൂടി സൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും കൂടി മഹർഷിയാണ്, അതുകൊണ്ട് നമസ്കരിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, മഹർഷി എന്റെ ജീവിതത്തിൽ വലിയ മഹാഭാഗ്യം, ഇന്നത്തെ എന്റെ ദിവസം നന്നായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള മഹാത്മാക്കളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു പുണ്യം വേറെ എന്താണ്? അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും നല്ല ആളുകൾ മഹാത്മാക്കളൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പുണ്യമാണെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഈശ്വര ഭജനമായിട്ട് നടക്കുന്നതായിട്ടുള്ള മഹാത്മാക്കള് യാദൃശ്ചികമായിട്ട് നമ്മുടെ വീട്ടിൽ വരിക, അല്ലെങ്കിൽ അവരുടെ ആ കാല് പതിയാന്നുണ്ടെങ്കിൽ വലിയ നമ്മുടെ പിതൃക്കൾക്ക് പോലും പുണ്യം കിട്ടുന്നതായിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള സംഭവമാണ്. അപ്പൊ അങ്ങയെ പോലുള്ള ഒരാള് എന്നെ പോലുള്ള ഒരു ഗൃഹസ്ഥന്റെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യല്ലേ, ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത് എന്നൊക്കെ ചോദിച്ച് വളരെ ആദരവോട് കൂടിയിട്ടാണ് ഭഗവാൻ ഓരോ സ്ഥലത്തും സ്വീകരിക്കാറുള്ളത്. എല്ലാം പുതിയതായിട്ട് കാണുന്നത് പോലെയാണ്. ഈ വീട്ടിൽ വന്നു, ഈ വീട്ടിലെ കൃഷ്ണനാണ് നാരദനെ സ്വീകരിക്കുന്നത്. അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ കൃഷ്ണനും വേറൊരു ഭാര്യ, നാരദ മഹർഷി എപ്പോഴാ വരുന്നത്, ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ 16,007 കൊട്ടാരത്തിൽ പോയപ്പോഴും ഓരോ തരത്തിലുള്ള കൃഷ്ണനെയും പത്നിമാരെയാണ് കാണുന്നത്. 16,008 കൊട്ടാരത്തിൽ ചെന്നപ്പോഴാണ് നാരദൻ അങ്ങോട്ട് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. 16,007 കൊട്ടാരത്തിലും ഗൃഹസ്ഥനായിട്ടുള്ള കൃഷ്ണൻ പത്നിയോട് കൂടിയിട്ട് മഹാത്മാവായിരിക്കുന്ന നാരദനെ നമസ്കരിച്ചു. 16,008 കൊട്ടാരത്തിൽ ചെന്ന സമയത്ത് നാരദൻ അങ്ങോട്ട് നമസ്കരിക്കുകയാണ്, ഭഗവാനെ അങ്ങയുടെ മായ എങ്ങനെയെന്നുള്ളത് ഒരു പിടി എനിക്ക് കിട്ടുന്നില്ല. കാരണം അങ്ങയുടെ മായ അല്ലെങ്കിൽ അങ്ങയുടെ ജീവിതത്തെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് ഞാൻ. പക്ഷെ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഭഗവാനെ. അങ്ങയുടെ ഈ മഹത്വവും അങ്ങയുടെ കഥകളും ഒക്കെ പാടി അങ്ങയുടെ നാമം ജപിച്ച് ജീവിതം ധന്യമാക്കാൻ അങ്ങ് അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് നാരദൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഭഗവാൻ പറയുന്നതായിട്ടുള്ളൊരു ഉപദേശമുണ്ട്, അത് ഗംഭീരമായിട്ടുള്ളതാണ്. ഭഗവാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗംഭീരമായിട്ടുള്ള ചില സാധനങ്ങൾ പറയും. ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത എന്ന് പറയണം. ഹേ ബ്രഹ്മൻ എന്ന് പറഞ്ഞിട്ട് സംബോധന ചെയ്യണം. അതായത് അറിവുള്ളവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള, ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള, ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ടുള്ള നാരദ, ധർമ്മസ്യ വക്താഹം, ധർമ്മത്തെ കുറിച്ചിട്ട് പറയുന്ന ആളാണ് ഞാൻ. ധർമ്മം എന്താണ് എന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആള് ഞാനാണ്. എന്നാൽ കർത്ത, ഈ ധർമ്മം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് മാത്രല്ല. അപ്പൊ നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ധർമ്മം പ്രസംഗിക്കുക മാത്രമായിട്ട് വരികയാണ്, നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയതായിട്ടുള്ളൊരു ഫാൾട്ട് സംഭവിക്കുന്നത്. ധർമ്മം എന്നുള്ളത് എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കി കൊണ്ടുവരുന്നത്, സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയ, മുഴുവനായിട്ടില്ലെങ്കിലും കുറേശെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ലാഭം ഉണ്ടാവുന്നത്. സദ്യ കഴിക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം അല്ലേ? വിശക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഊണ് കഴിക്കേണ്ടത്, ഊണിന് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാവണം, ഇത് ഗംഭീരമായിട്ട് മൈക്കിന്റെ മുമ്പിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിശപ്പ് മാറില്ല അല്ലേ? അത് മാറണമെന്നുണ്ടെങ്കിൽ സദ്യ ഒന്നും ഇല്ലെങ്കിലും കഞ്ഞിയാണെങ്കിലും കുഴപ്പമില്ല, കഞ്ഞിയും ചമ്മന്തി ആണെങ്കിലും കുഴപ്പമില്ല, കഴിച്ചാലേ വിശപ്പ് മാറും. ഇതുപോലെ തന്നെ ധർമ്മം നമ്മൾ പ്രസംഗിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവില്ല. ധർമ്മം ആചരിക്കണം, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് പ്രയോജനം കിട്ടൂ എന്നുള്ളതാണ്. അസുഖം മാറണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ നല്ല പ്രശസ്തനായിട്ടുള്ള ഡോക്ടറെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ ഒക്കെ പരിശോധിച്ചു, മരുന്നിന് എഴുതി തന്നു. ഈ സ്ലിപ്പ് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഡോക്ടർ തന്നിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയിട്ട് അതിൽ നിർദ്ദേശിച്ചതായിട്ടുള്ള മരുന്ന് വാങ്ങിക്കുക,
മരുന്ന് വാങ്ങിച്ച് അലമാരെ കൊണ്ടുവച്ചാലും രോഗം മാറില്ല. എങ്ങനെയാണോ അത് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ മരുന്ന് നമ്മൾ സേവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ രോഗം മാറി ആരോഗ്യം നമുക്ക് വീണ്ടും കിട്ടുന്നത്. ഇതുപോലെ ധർമ്മകാര്യങ്ങൾ എപ്പോഴാണോ നമ്മൾ ജീവിതത്തിൽ കുറച്ചെങ്കിലും ആചരിക്കുന്നത് അപ്പോഴാണ് അതിന്റെ ഫലം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ധർമ്മസ്യ വക്താഹം കർത്ത. പറയുക മാത്രല്ല, ഞാനത് ജീവിതത്തിൽ സ്വയം ആചരിക്കുന്നുണ്ട്. അങ്ങ് കണ്ടതാണല്ലോ അല്ലെ, കൃഷ്ണൻ പറയുന്നുണ്ട് വേറെ, എനിക്കിത് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല അല്ലെ. ഭഗവാന് രാവിലെ നാമം ജപിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഇത് മുടക്കമില്ലാതെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കർത്ത. മാത്രമല്ല തദനുമോദിത. അതാണ് ഏറ്റവും ഒന്നുകൂടി ഗ്രേറ്റ് ആയിട്ടുള്ളൊരു വാക്ക്. ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ അവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും എന്നുള്ളതാണ്. തദനുമോദിത. അപ്പൊ രാവിലെയൊക്കെ നമ്മൾ എണീറ്റ് ഒരു സഹസ്രനാമം വായിക്കുകയെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു പ്രത്യേക കെയറും നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്. ഇത് ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടമാണ്, അവരെ ഒന്നുകൂടി ഞാൻ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് രാവിലെ നമ്മുടെ പറ്റുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ഒന്ന് വരിക, അവിടെ ഒരു നാമജപം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത് എന്നുള്ള കാര്യം കൂടി പറയുകയാണ്. അങ്ങനെ അതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം അങ്ങനെ ഒരു അധ്യായത്തിൽ പറഞ്ഞതിന് ശേഷം, അപ്പൊ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 16,008 ഗൃഹങ്ങളിൽ നാരദൻ പോയ കഥ തൊട്ടതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്നതായിട്ടുള്ള ഒരു അധ്യായം ഭഗവാന്റെ ഡെയിലി ദിനചര്യയാണ്. കൃഷ്ണന്റെ ദിനചര്യ എന്നുള്ളത് പറയുന്നുണ്ട്. ഈ 2 അധ്യായങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഈ 16,008 കൊട്ടാരങ്ങളിൽ നാരദൻ പോയി. ഇതിപ്പോ എന്താ ഇതൊക്കെ കണ്ടു എന്നുള്ളത് നമ്മൾക്ക് പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കഥ ഇവിടെ വേദവ്യാസൻ അവതരിപ്പിച്ചിട്ടുണ്ടാവുക? എന്തെങ്കിലും വേദവ്യാസ മഹർഷി സമൂഹത്തിലേക്ക് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും ഇല്ലാണ്ട് പറയില്ല അല്ലെ. സ്വാഭാവികമായിട്ടും സംതിങ് സ്പെഷ്യൽ അല്ലെങ്കിൽ സംതിങ് മെസ്സേജ് അതിലുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അവിടെ അതിൽ വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നത്, ഈ 16,008 കൊട്ടാരത്തിൽ പോകുമ്പോഴും ഒരു സ്ഥലത്തും അലസനായിട്ടുള്ള ഒരു കൃഷ്ണനെ കണ്ടിട്ടില്ല, മടിയനായിട്ടുള്ള കൃഷ്ണനെ കണ്ടിട്ടില്ല, വെറുതെ പകല് കിടന്നുറങ്ങുന്ന കൃഷ്ണനെ കണ്ടിട്ടില്ല. അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് മൊബൈലിൽ കളിക്കുന്ന കൃഷ്ണനെ കണ്ടിട്ടില്ല എന്ന് നമുക്ക് പറയാം അല്ലെ. അന്ന് അതില്ല. തന്റെ കർത്തവ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്നതായിട്ടുള്ള കൃഷ്ണനെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഭാര്യയും ഭർത്താവും കൂടി കലഹമുണ്ടാകുന്നത് കൃഷ്ണനെ എവിടെയും കണ്ടിട്ടില്ല. മടിയനായിട്ടുള്ള കൃഷ്ണനെ കണ്ടിട്ടില്ല. നിരാശനായിട്ടുള്ള കൃഷ്ണനെ എവിടെയും കണ്ടിട്ടില്ല. നമ്മുടെ വീട്ടിലേക്ക് നാരദൻ വന്നുള്ള അവസ്ഥ എന്താവും? ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമേ. ഇല്ല, പേടിക്കൊന്നും വേണ്ട, അങ്ങനെ കയറി വരുമൊന്നുമില്ല. എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ പറയണം. ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഉദ്യോഗിനം പുരുഷസിംഹം ഉപൈത് ലക്ഷ്മി എന്നാണ് പറയണത്. ആരുടെ പോക്കറ്റിലാണ് ലക്ഷ്മി എപ്പോഴും ഉണ്ടാവുക, ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുക ആരുടെ ജീവിതത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്സാഹിയായിട്ടുള്ള പുരുഷന് മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവൂ. മടിയില്ലാതെ അധ്വാനിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യൻ. കാരണം മഹാഭാരതത്തിലെ സനൽ സുജാതീയം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ധൃതരാഷ്ട്രനും സനൽകുമാര മഹർഷിയും കൂടി, സനൽ സുജാത മഹർഷിയും കൂടി നടത്തുന്ന ഒരു സംഭാഷണമാണ്. അതിൽ പറയുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആലസ്യം പരമം രിപും എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള മടിയാണ്. അതാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ഈ ആലസ്യം പരമം രിപു, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള മടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കാര്യമാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും, കുഴപ്പം പിന്നെ ആവട്ടെ അല്ലേ, അത് നാളെ ആവാം. ഈ നീട്ടിവെക്കലാണ് ഓരോ കാര്യത്തിനും. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും അല്ലെ, ഹോംവർക്ക് ഇന്ന് ചെയ്യാം, കുഴപ്പമില്ല, ഇന്ന് പങ്കെടു പോട്ടെ, നാളെ പിന്നെ അല്ലെ തിങ്കളാഴ്ച ഇന്ന് നാളെ ചെയ്യാന്നുള്ളതാണ്. ഈ ഓരോ കാര്യങ്ങളും പെൻഡിങ്ങിൽ വെക്കുകയാണ്. ഈ പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് ഈ സാധനം അവസാനം എടുത്താ പൊങ്ങാത്തതായിട്ട് വരും. എന്നിട്ട് പരീക്ഷയുടെ തലേ ദിവസം അയ്യോ അമ്മയെ കയ്യും കാലും വിറയ്ക്കണോ, ഇനിയിപ്പോ എന്ത് ചെയ്യും അല്ലെ, അത് വായിച്ചില്ല, ഈ പുസ്തകം എടുത്ത ഇവിടെ വായിക്കണോ, അത് അയ്യോ ഇത് ഓർമ്മയില്ല എന്നാ ഇവിടെ വായിക്കണോ. കുട്ടികളെ ശ്രദ്ധിച്ചറിയാല്ലേ, പരീക്ഷയുടെ 2 ദിവസം മുമ്പുണ്ട് ഒരു നട്ടോട്ട ഓടലുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് അതിനനുസരിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല.
ഏത് കാര്യം ഇതുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് ആലസ്യമാണ് മനുഷ്യനെ നമ്മളെ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിന്റെ ദുർവിനിയോഗം. എപ്പോഴും നമ്മുടെ ഇൻകം സോഴ്സ് എന്താണെന്നും എത്രയുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധേഡായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ വരുമാനം എത്രയുണ്ട് അതിനനുസരിച്ച് നമ്മൾ ചെലവഴിക്കുക. കാരണം വലിയൊരു ബാധ്യത വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. ചാണക്യനീതിയിൽ ചാണക്യസൂത്രങ്ങളിലൊക്കെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് 4 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ജീവിതത്തിൽ 4 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടിത്തറ ഇളക്കി കളയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് കടം എന്നുള്ളത്. ഒന്നാമത്തെ കാര്യമാണ് കടം. ഈ കടം ഒരിക്കലും നീട്ടിക്കൊണ്ടുപോകരുതെന്നുള്ളതാണ്. കാരണം ഈ കടം പെരുകുന്നത് നമ്മൾ അറിയില്ല. ചെറിയൊരു സാധനം ഉണ്ടാവുള്ളൂ, അതങ്ങനെ എന്നാ ആവട്ടെ 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 എന്ന് പറയുന്നത് ഈ കടം വാങ്ങിക്കുക ശീലമായിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. അത് പിന്നെ കുഴപ്പമില്ല. കാരണം അടവിന് അല്ലെ, ഒരു അടവുണ്ട്, അടവിന് സാധനങ്ങളൊക്കെ എടുക്കില്ലേ, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതേ ഒരു അടവാക്കി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അടവിന് 2 അർത്ഥമുണ്ട്, മനസ്സിലായില്ലേ? ഒന്ന് അടവ് എന്ന് പറയാൻ നമ്മൾ തിരിച്ചടയ്ക്കുന്നത്, രണ്ടാമത്തെ അടവ് എന്ന് പറയാൻ സൂത്രം. കടം വാങ്ങിക്കാൻ കുഴപ്പമില്ല, 2 ദിവസത്തേക്ക് ഒരു തിരിമറിയാണ്, പിന്നെ ഇവനെ 1 മാസത്തേക്ക് മഷിയിട്ട് നോക്കിയാൽ കാണില്ല. അങ്ങനെയുള്ള മിടുക്കന്മാർ നാട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോ ഈ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും വെക്കരുത് എന്നുള്ളതാണ്. കാരണം ഇത് പെരുകി പെരുകി അവസാനം പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വരും. അതുകൊണ്ട് കടങ്ങൾ എന്നുള്ളത് എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. രണ്ടാമത്തതാണ് രോഗങ്ങൾ. കടങ്ങളെ പോലെയാണ് ഈ രോഗം. ചെറിയതായിട്ടുള്ള ചിലപ്പോൾ അസുഖങ്ങൾ വരുന്നു. ഈ അസുഖങ്ങളെ നമ്മൾ കെയർ ചെയ്യാതെ വിടുമ്പോഴാണ് പലപ്പോഴും അത് വലുതായി 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 പിന്നീട് വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും. അപ്പൊ തുടക്കത്തിൽ തന്നെ അത് നമുക്ക് ചിലപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നു, അല്ലെങ്കിൽ കാല് തരിപ്പ് വരുന്നു, കൈ തരിപ്പ് വരുന്നു എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ പല സിംറ്റംസ് നമുക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിൽ എന്തോ ഒരു സിസ്റ്റത്തിനൊരു പ്രശ്നമുണ്ട്, ആ സിസ്റ്റത്തിന്റെ ആ ഒരു പ്രശ്നത്തിന് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും നമ്മുടെ ഒരു അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മടിക്കൊന്നും വേണ്ട, ഡോക്ടറെ അടുത്ത് പോവുക, അത് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചെറിയതായിട്ടുള്ള രീതിയിൽ നമുക്കതിനെ പരിഹരിക്കാവുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും പല രോഗങ്ങളും നമ്മൾ അതിനെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാതെ പോയി അവസാനം വല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറി വരും എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തതാണ് കടങ്ങള്, രണ്ടാമത്തത് ഇതുപോലെയാണ് രോഗങ്ങൾ എന്നുള്ളത്. മൂന്നാമത്തതാണ് അഗ്നി എന്ന് പറയുന്നത്. അഗ്നി ഇപ്പൊ ഇന്നിപ്പോ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, അത് ഇന്നത്തെ കാലത്തിൽ വേറെയാണെന്നുള്ളതാണ്. പണ്ട് ഈ പുല്ലുമേഞ്ഞ വീട്, ഓലപ്പര തുടങ്ങിയിട്ടുള്ളതൊക്കെയാണല്ലോ പണ്ട് ഉണ്ടായിരുന്നത്. ഒരു ചെറിയ തീപ്പൊരി വീടിന്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടെന്ന് വെക്കുക. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ഈ എലി വിളക്കിന്റെ തിരിയൊക്കെ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയുണ്ട്. ഇത്രയും വലിയ വീട്ടിലേക്ക് ഒരു ചെറിയ തീപ്പൊരിയുടെ മൂലയ്ക്ക് ഇരുന്ന് എന്താ കുഴപ്പം? വലിയ വീടാണ്, ചെറിയൊരു തീപ്പൊരിയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോ ആ തീപ്പൊരി മതി ആ വീട് മുഴുവൻ നശിപ്പിക്കാൻ, അല്ലേ? പണ്ട് ഇപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത ആശ്രമത്തിന്റെ, ഞാനന്ന് അവിടെ വന്നിട്ടില്ല, അവിടെ ചേട്ടന്മാര് പറയാറുണ്ട്, പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പാ വലിയ ഒരു 4 കെട്ട് മാതിരിയുള്ള ഒരു വീടാണ്, പണ്ട് ഓല മേഞ്ഞിട്ടുള്ളതാണ്. വിഷുവിന് പടക്കം പൊട്ടിച്ചു അത്രേ. ഈ പടക്കം വിട്ടുന്ന ഈ വാണം സാധനം ഉണ്ടല്ലോ അല്ലെ, അതിനല്ലേ പറയാം, എന്താണെങ്കിൽ റോക്കറ്റ്, ആ സാധനം. അപ്പൊ രാവിലെ 4 മണിക്കാണ് സംഗതി കത്തിക്ക. രാവിലെ ഇപ്പൊ അതൊന്നുമില്ല. പണ്ട് അല്ലേ നമുക്കറിയാം, രാവിലെ കണ്ണും തിരുമ്പി എണീറ്റ് വന്നിട്ടുണ്ട് ഒരു പടക്കം കത്തിക്കല്. പകുതി ഉറക്കത്തിലുണ്ടാവുക കുട്ടികള്. അപ്പൊ ഓരോന്നൊക്കെ കത്തിച്ചു. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കേണ്ടത്, ഇതിൽ ഇടയ്ക്ക് ഒരു കുപ്പിയിൽ എന്തോ ഒരു സാധനത്തിന് വെച്ചിട്ട് തീ കൊടുത്തത് എവിടേക്കോ പോയി, അത് പിന്നെ കണ്ടില്ല. ഈ സാധനം നേരെ കറങ്ങി വന്നിട്ട് പെരടെ മോന്തായത്ത് കയറിയിരിക്കുന്നുണ്ടായിരുന്നേ. ഇതൊക്കെ കഴിഞ്ഞ് നോക്കി അവസാനം അന്നത്തെ വിഷുസദ്യ ഉണ്ടായില്ല, കാരണം വീട് മുഴുവൻ കത്തിപ്പോയി എന്നുള്ളതാണ്. ആര് പറഞ്ഞില്ലേ? ഇത് പിന്നെ കാറ്റ് വന്നിട്ട് അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ വല്ലതും ചെയ്യാൻ പറ്റും. ഈ ഓലയും ഇതൊക്കെ ആയിട്ടുള്ളതാണ്. ഒരു ചെറിയ സാധനം ഉണ്ടാക്കിയിട്ടുള്ള ഗുലുമാലാണത്. അപ്പൊ ഇതാണ് അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോ ഇന്ന് വീട്ടിലാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ്, അല്ലേ? ഒരു മണം വന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, അത് പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏതൊരു കാര്യമാണെങ്കിലും അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആ അഗ്നി അല്ലെങ്കിൽ വേറെയുണ്ട്, ഷോർട്ട് കട്ട് ആണെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാം, ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ എപ്പോഴും അലേർട്ടായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. 4ാമത്തെ കാര്യമാണ് ശത്രുത എന്നുള്ളത്.
ഒരാളോടും ശത്രുത നമ്മൾ നീട്ടിക്കൊണ്ടുപോകരുത്. ഈ 4 കാര്യങ്ങളാണ് ചാണക്യൻ വളരെ ഗംഭീരമായിട്ട് പറയണത്. ചിലപ്പോഴൊക്കെ പറയാറുണ്ടല്ലോ അല്ലെ, ഇനിയുണ്ടല്ലോ അങ്ങോട്ട് ഞാൻ കടക്കില്ല അല്ലെ, നീ ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ട് കടക്കില്ല എന്ന് പറയാം. ഈ മൂക്ക് കൂടെ കയറുന്ന കാറ്റ് എപ്പോഴാ നിൽക്കുക എന്ന് പറയാൻ പറ്റില്ലേ. ആരുടെ കൈ കൊണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാവും. വിഷയങ്ങൾ നമ്മുടെ മനുഷ്യനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഇടയ്ക്ക് നമ്മളെ പറയാണ്ട് എൻ്റെ സ്വഭാവം എനിക്കേ പിടിക്കില്ല എന്നുള്ളത് അല്ലേ, ഒക്കെ നമ്മൾ കേമന്മാരാണ്. അപ്പൊ പിന്നെ വേറൊരാളുടെ സ്വഭാവം നമുക്ക് പിടിക്കണമെന്നുണ്ടോ? അപ്പൊ മനുഷ്യരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യണം. ഇത് ഏറ്റവും കൂടുതൽ വേണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലാണ്. കുടുംബങ്ങളുടെ ഇടയിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ കുടുംബങ്ങളിൽ ഒരു കാരണവരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോ അതൊക്കെ കണക്ക് തന്നെയാണ്. എന്നാലും കൂടിയിട്ട് അങ്ങനെ ഉണ്ടാവണം. നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇത് ചുമ്മാ പറയുന്ന ഒരു സാധനമല്ല. കാരണം ഈ തല്ലിപ്പൊളിയായിട്ട് പോകുന്നത് നമ്മുടെ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ. മദ്യപിക്കുന്ന എല്ലാ വിഭാഗക്കാരും ഉണ്ട് അല്ലേ. ക്രിസ്ത്യൻസ് ആവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, ഹിന്ദുക്കളാവട്ടെ, മദ്യപിക്കുന്ന എല്ലാവരും ഉണ്ട്. മദ്യപിച്ച് വഴി കിടക്കണ എത്ര മറ്റു മതസ്ഥരെ കാണാൻ സാധിക്കും? ഉണ്ടാവാറുണ്ടോ? ഇല്ല. മദ്യപിച്ച് വീടുകളിൽ മറ്റേ വെട്ടുകത്തിയും കോടാലി എടുത്തിട്ട് പുറത്തു ചാടുന്ന എത്ര അന്യമതസ്ഥരെ കാണാൻ സാധിക്കും? ഹിന്ദുക്കളെ കാണാൻ പറ്റുമോ? അങ്ങനെയുള്ള എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടാൻ പോണത്? ശരി, നിങ്ങൾക്ക് മദ്യം കഴിക്കണോ, കഴിക്കൂ. ഗുരുദേവൻ എന്താ പറഞ്ഞിട്ടുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പോട്ടെ, കാലം മാറി, കുടിക്കണമെങ്കിൽ കുടിക്ക്. അപ്പൊ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അദ്ദേഹം ഈ ഇതിലുള്ള ഒരാളാണ്, ഇപ്പോഴത്തെ ഇൻകം ടാക്സിന്റെ ഇതിലുള്ളതാണ്. ആ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തോട്ട് തമാശ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, എന്ത് കാര്യമുണ്ടപ്പ ഇയാൾ ഇത്രയും വലിയ മദ്യമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വഴിയിൽ ബഹളം വെക്കാനുള്ളൊരു കാര്യം, എന്ത് കാര്യം ഉണ്ട് ചോദിക്കാം. അപ്പൊ അദ്ദേഹം പറയാം, സ്വാമിജി ആ കാര്യം പറയരുത് കേട്ടോ. ഇന്നിപ്പോ മദ്യം കുടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നിസ്സാരക്കാരനല്ല, കാശുള്ളവനാണ് അല്ലേ. അത്യാവശ്യം ഒരു 800 രൂപയ്ക്ക് മീതെയാവും ഒരു ബോട്ടിൽ കിട്ടുക എന്നുള്ളതാണ് അല്ലെ. എങ്ങനെയൊക്കെ തന്നെയല്ലേ അതിന്റെ നിലവാരം? മിണ്ടില്ല അല്ലെ, മിണ്ടിയ പ്രശ്നമാണല്ലോ. ബോട്ടെ ഏകദേശം ആ ഒരു വിലയൊക്കെ വരും. 500 രൂപയ്ക്ക് മീതെയാവും എന്നുള്ളതാണ്. അപ്പൊ ആള് ചോദിച്ചേ, എന്റെ സ്വാമിയാരെ ഇത്രയും കാശൊക്കെ കൊടുത്ത് ഈ സാധനം അകത്താക്കിയ പിന്നെ 4 പേരെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ, പിന്നെ ഇത് കുടിക്കേണ്ട കാര്യമുണ്ടോ? കഞ്ഞിവെള്ളം പോയി കുടിച്ചാ പോരെന്ന് ചോദിക്കണത്. ഇത്രയും വിലയുള്ള സാധനം വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് കുടിച്ചിട്ടുണ്ടെന്നുള്ള 4 പേര് അറിയണ്ട. അതിനാണ് ഈ പുറത്തു വന്നിട്ട് കോലാഹലം കാണിക്കണമെന്ന് പറയണത്. ഇത്രയേ ഉള്ളൂ. അപ്പോ അങ്ങനെയല്ല, നമ്മളൊന്ന് ആലോചിക്കുക. മദ്യം കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ, വല്ലപ്പോഴും ഒരു ലേശ അവരവരുടെ ആവശ്യത്തിന് കുറച്ചൊക്കെ കഴിക്കാം. പക്ഷേ ഈ മാതിരി സ്വന്തം കുടുംബത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന, സ്വന്തം ആരോഗ്യം നശിപ്പിക്കുന്നതായിട്ടുള്ള രീതിയിൽ പശു ഇതിലും ഡീസൻ്റായിട്ട് കാടിവെള്ളം കുടിക്കാറുണ്ട്. ആ രീതിയിൽ നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിന്നെ നമ്മുടെ അല്ലെ, പല യോഗ്യന്മാരുടെയും മാന്യന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ അല്ലെ. അപ്പൊ ആ രീതിയിലായി മാറാണ്ടിരിക്കുക. ഈ മദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നശിപ്പിക്കുന്നതാണ്. ഇത് വല്ലാണ്ട് കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം ഇന്ന് നമ്മുടെ കേരളം പിടിച്ചു നിൽക്കുന്നത് ഇത് തന്നെയാണെന്നുള്ളതാണ്. കേരളത്തിന്റെ വളർച്ചയിൽ പുരോഗമനത്തിന് സംഭാവന ചെയ്യുന്ന ആളുകളാണ് പലരും ഇരിക്കുന്ന യോഗ്യന്മാര്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എന്നാലും പറയുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോ രോഗങ്ങളാവട്ടെ, അഗ്നിയാവട്ടെ, അതുപോലെ തന്നെയാണ് കടം എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. നമ്മുടെ കയ്യിൽ അത് കൺട്രോൾ ഉണ്ട്. പക്ഷേ ഒരു പരിധി വിട്ട് ഈ സാധനം പിടുത്തം വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ കുടുംബങ്ങളിലൊക്കെ നേരത്തെ അതാണ് പറഞ്ഞു വന്ന കാര്യം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലും, അതിനാണ് ഈ കുടുംബ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പലതുണ്ട്. അപ്പൊ ഈ കുടുംബങ്ങളിൽ ഇടയ്ക്കൊരു കൂട്ടായ്മ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സമാജത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള, അപ്പൊ നമുക്കൊരു കരയോഗമുണ്ട്. ഈ കരയോഗത്തിന്റെ ഒരാളുണ്ട്, നീ ആരടാ എന്നോട് പറയാൻ, അങ്ങനെയല്ല ഉണ്ടാവേണ്ടതേ. വലിയ മഹാന്മാരായിട്ടുള്ള ആചാര്യന്മാർ ഇതിനെ വിഭാവനം ചെയ്തിട്ടുള്ള അവരുടെ ഒരു കാഴ്ചപ്പാടിനെങ്കിലും നമ്മൾ ബഹുമാനിക്കുക.
എങ്ങനെയെങ്കിലും നമ്മളെപ്പോലെയുള്ള മാക്കാന്മാർ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരവരുടെ അത്രയും തപസ്സും ത്യാഗമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഓരോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിലുള്ള ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ പരസ്പരം അത് സഹകരിക്കുക, പരസ്പരം നമ്മൾ തുറന്ന് സംസാരിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നമില്ലേ, ആ രീതിയിൽ അത് പരസ്പരം വിട്ട് നമ്മൾ ഒരു കൂട്ടായ്മയുടെ കീഴിൽ നിൽക്കുക. കാരണം കൂട്ടായ്മയിലാണ് ശക്തി ഇരിക്കുന്നത്. കാരണം അപ്പുറത്തെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ തല്ലിച്ച്, പണ്ട് നമ്മൾ കുറുക്കന്റെ കഥ വായിച്ചിട്ടില്ലേ, ഇത് ഇന്നും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. രണ്ട് ആടുകളെ പറഞ്ഞ് പിരികേറ്റിട്ട് അവരെ ഇടികൂടിച്ചിട്ട് അവരുടെ ചോര കുടിക്കുന്ന കുറുക്കന്മാർ അപ്പുറത്തുണ്ട്. പക്ഷെ നമുക്കിത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഐക്യത്തോടു കൂടി നിൽക്കുക. ഐക്യത്തിലാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുന്നത്, ശക്തി ഉണ്ടാവുന്നത്. ഇതൊക്കെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ നമ്മുടെ ഒരു ക്ഷേത്രത്തിനോട് അനുബന്ധമായിട്ട് എന്തെങ്കിലും ഒരു മതപാഠശാലയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സത്സംഗങ്ങളോ ഉണ്ടായിരിക്കുക. അതൊരു വെറും നേർച്ചയോ വഴിപാടോ ആയിട്ടല്ല. നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് മാത്രമേ ഇത് ചിന്തിക്കാൻ സാധിക്കാതിരിക്കുന്നുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇതിനോട് അനുബന്ധമായിട്ട് വരുന്നതാണ്. പറഞ്ഞു വന്നത് ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. അപ്പോ ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ ഗൃഹസ്ഥാശ്രമത്തിൽ ചെന്ന സമയത്ത് നാരദൻ കണ്ടത്, ആ കൃഷ്ണന്റെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, കൃഷ്ണൻ എപ്പോഴും ഒരു പരിഭവം ഒന്നുമില്ലാതെ സന്തോഷവാനായിട്ടാണ് ഏത് വീടുകളിലും കണ്ടത്. ആ സന്തോഷവാനായി ഇരിക്കാനുള്ള റീസൺസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ സന്തോഷമില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണ്? എപ്പോഴും മറ്റുള്ളവരുടെ മുകളിൽ ആരോപണങ്ങൾ ഇടുന്നതിന് പകരം സ്വന്തം ഒന്ന് ആലോചിക്കുക, വിലയിരുത്തുക, ഞാൻ ശരിയാണോ എന്നുള്ളത്, എൻ്റെ അടുത്ത് തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. പിന്നെയാണ് അടുത്ത അധ്യായത്തില് ഭഗവാന്റെ ദിനചര്യയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ബ്രാഹ്മേ മുഹൂർത്തേ ഉത്ഥായ വാര്യുപസ്പൃശ്യ മാധവ. ഭഗവാൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. ബ്രാഹ്മമുഹൂർത്തം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലാവും. കോഴി കൂവുമ്പോൾ എണീക്കുക. ഇവിടെയൊക്കെ കോഴി കൂവാറുണ്ടല്ലോ അല്ലേ? ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ കോഴി കൂവൽ 8 മണി കഴിഞ്ഞിട്ടാ. കാരണം കോഴിക്ക് വിവരം വെച്ചിട്ടുണ്ട്, 5 മണിക്കും 4 മണിക്കൊന്നും കൂവിയ ഒരു മനുഷ്യനും കേൾക്കാൻ പോകുന്നില്ല എന്നുള്ളത് കോഴിക്ക് അറിയാം അല്ലെ? ഏറ്റവും കൂടുതൽ കോഴി കൂവുന്നത് 5:30-ക്ക് ശേഷമേ കൂവാറുള്ളൂ. കാരണം പണ്ടത്തെ കാലൊക്കെ മാറി എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, പൂച്ചയുടെ കഥ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ നേരത്തെ എണീക്കുക. ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മണിക്ക് ശേഷം, പോട്ടെ 4 മണിയൊന്നും ഇല്ലെങ്കിൽ 5 മണിക്കെങ്കിലും എണീക്കുക. ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമാണ് 5 മണിക്ക് ശേഷം ഉറങ്ങുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും 5 മണിക്ക് ശേഷം കിടന്നുറങ്ങരുത് എന്നുള്ളതാണ്. അത് ഏറ്റവും ചുമ്മാ പറയുന്നതല്ല, ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് പറയുന്നതാണ്. ശരി, ചിലപ്പോൾ ആളുകളുണ്ടാവും ഈ നൈറ്റ് ഡ്യൂട്ടി ബാക്കിയുള്ള, അല്ലെങ്കിൽ വൈകുന്നേരം വളരെ നേരം വൈകിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന ആളുകളുണ്ടാവും. ഇവരോട് ഈ കാര്യം പറഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലും അല്ലേ? ആ 12 മണിയായിട്ട് വന്നിട്ട് കിടന്നിട്ട്, സ്വാമിയാർ ഇവിടുന്ന് ഈ വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് അല്ലേ, വൈകുന്നേരം 7 മണിക്ക് ഫുഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് 4 മണിക്ക് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ 4 മണിക്ക് എണീക്കാം. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ജോലിക്ക് പോയിട്ട് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നേരം വൈകി ഉറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ അടുത്ത കാലത്ത് ഏകദേശം 1 വർഷമായി തോന്നുന്നുണ്ട്, ഗൾഫിലുള്ള ഒരു ഡോക്ടറുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഡോക്ടറുടെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ കാർഡിയാക് അറസ്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് വെളുപ്പിന് 3 മണിക്ക് ശേഷമാണെന്ന്. സൈലന്റ് അറ്റാക്ക് എന്ന് പറയും. ഈ സൈലന്റ് അറ്റാക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലേ ഉറക്കത്തിൽ മരിക്കുക. സൈലന്റ് അറ്റാക്ക് വരുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഒരു സ്റ്റഡി നടത്തുന്ന സമയത്താണല്ലോ പറയുക. അപ്പൊ ആ സ്റ്റഡിയിൽ ഏറ്റവും കൂടുതൽ ഇതിനുള്ള പോസിബിലിറ്റി പറയുന്നത് വെളുപ്പിന് 3 മണിക്ക് ശേഷമുള്ളൊരു സമയമാണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ 4 മണിക്ക് ശേഷം, അദ്ദേഹം പറയുന്നത് ഈ ബ്രാഹ്മ മുഹൂർത്തം അദ്ദേഹം അതിലും പറയുന്നുണ്ട്. കാരണം വെറുതെ അല്ല നമ്മുടെ പുരാണങ്ങളിലൊക്കെ എങ്ങനെ പറയുന്നത്, ഈ സമയത്തിന് ശേഷം പിന്നെ കിടന്നുറങ്ങരുത് എന്ന് പറയുന്നത് എന്തൊക്കെയോ നേച്ചറുമായിട്ട് കുറെ കണക്ഷൻസ് ഉണ്ട് എന്നാണ് പറയണത്. അപ്പൊ ഏതാണെങ്കിലും ശരി, ഈ സമയത്ത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ഇപ്പൊ ഈ നാമജപ ബാക്കിയുള്ളതൊന്നും അതിനെ കുറിച്ചിട്ടൊന്നും അവരുടെ ഫീൽഡല്ല. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ലേ, ഒന്ന് നടന്നിട്ട് വരും, ഒരു ജോഗിങ് നടത്തുവോ, നിങ്ങളുടെ ഹെൽത്തിന് നല്ലതാണ്. എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമോ. നിങ്ങൾക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ശേഷം വന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വീണ്ടും ഉറങ്ങിക്കോളൂ.
ഇപ്പൊ ഡ്യൂട്ടിയോ ബാക്കിയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം ശരീരത്തിന് കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഉറക്കം ആവശ്യമുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഉറങ്ങിക്കോളൂ. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരിക്കലും ഉറങ്ങരുത് എന്ന് ഒരു ഡോക്ടറാണ് പറയുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം പറയുന്നത് ഈ സൈലന്റ് അറ്റാക്ക് കാരണം വൈകുന്നേരം കുഴിമന്തിയൊക്കെ അടിച്ചിട്ടാണ് വന്ന് കിടക്കണതേ. പിന്നെ സകലതും ബ്ലോക്ക് ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. രാത്രി 11-നും 11:30-ക്കൊക്കെയാണ് അല്ലേ പൊറോട്ടയും അതുപോലെ കുഴിമന്തിയൊക്കെ അടിച്ചിട്ട് വന്ന് കിടക്കണത്. ഈ യന്ത്രതൊന്നും ഒന്ന് നോക്കിയേ, എപ്പോഴെങ്കിലും ഒരു റെസ്റ്റ് ഇതിന് കൊടുക്കുന്നുണ്ടോ? അപ്പൊ സംഗതി അവസാനം ബ്ലാസ്റ്റായി മാറുകയാണ്. അപ്പൊ രാത്രി ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തുടങ്ങുമല്ലേ, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞെട്ടലോട് കൂടിയിട്ട് എഴുന്നേൽക്കുക. ഈശ്വര ദൈവമേ, അപ്പോഴേ വെക്കും തലയിൽ അല്ലേ, അപ്പൊ തലയിൽ കൈവയ്ക്കും. പിന്നെ അന്ന് മുഴുവൻ സ്വന്തം തലയിലും മറ്റുള്ളവരുടെ തലയിലും മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. കാരണം ഇത്തിരി നേരം വൈകി. ഈ നേരം വൈകിയോണ്ട് ഇനിയിപ്പോ വൈകുന്നേരം ഇനി സമയമാകുമ്പോഴേക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഒരു പിടിയിൽ. അപ്പോഴാണ് നോക്കുമ്പോൾ അടുക്കളയിൽ പാത്രം 4 അവിടെ കിടക്കുന്നുണ്ടാവും, ബാക്കിയുള്ള ഇത് ചെയ്യുന്നുണ്ടാവും. വൈകുന്നേരം ഇതൊന്നും മുഴുവൻ നോക്കാൻ പറ്റിയില്ല. രാവിലെ നേരത്തെ എണീറ്റ് ഇതൊക്കെ ശരിയാക്കാന്ന് വിചാരിച്ചിട്ടാണ് കിടന്നിട്ടുള്ളത്. തുടങ്ങിയ അംഗം എന്നുള്ള. അപ്പൊ രാവിലെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് റിലാക്സ് ആയിട്ടിരിക്കുക. ഇത് വൈദ്യശാസ്ത്രം കൂടി പറയുന്നതാട്ടോ ശരിക്കേ അല്ലേ. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴിപ്പോ മൊത്തം ബാലൻസ് പോയിട്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇയർ ബാലൻസിന്റെ പ്രശ്നമൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഒരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ബാലൻസുകളൊക്കെ പോയി തുടങ്ങുകയാണെന്നുള്ളതാണ്. ഈ ബാലൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയുന്നതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊതുവെ പറയുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ കിടക്കുന്നിടത്ത് നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്. കാരണം ഈ ഒരു സിസ്റ്റം ഒരു വാഹനം ഓടിക്കാൻ പറയുന്ന സമയത്ത് എങ്ങനെയാണ്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 1 മിനിറ്റെങ്കിലും ഒന്ന് റണ്ണിങ്ങിലിടുക അല്ലേ. അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് സർക്കുലേഷൻ റെഡിയാവാൻ വേണ്ടിയിട്ടാണ്. പഴയ ഡീസൽ വണ്ടി അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും പറയുന്നുണ്ട്. അപ്പോൾ ഒരു വാഹനത്തെ കുറിച്ചിട്ട് തന്നെ അതിന്റെ കമ്പനി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 2 മിനിറ്റെങ്കിലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് റണ്ണിങ്ങിൽ ഇട്ടതിന് ശേഷം ഗിയർ ചെയ്ത് മൂവിലേക്ക് പോവുക. ഇതും അതുപോലെ തന്നെയാണ് അല്ലേ. കിടന്നുറങ്ങി നമ്മുടെ ശരീരം മുഴുവൻ വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ്. നമ്മൾ പ്രവർത്തിയിലേക്ക് വരുമ്പോൾ ഇതൊന്ന് റണ്ണിങ് കണ്ടീഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എഴുന്നേറ്റ് കുറച്ചു നേരം ഒന്ന് ഇരിക്കുക. അപ്പൊ അതിനെ വളരെ നല്ലൊരു ഭാവനയിലാണ് ഋഷിമാര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ കയ്യും കാലും ഒന്ന് കഴുകുക, അത്രയും മതി. കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ഒന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഈ ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല, കാരണം അത് സാധിക്കാറില്ല. ആ സാധനം നമ്മൾ മറന്നുപോയിട്ടുണ്ട്. അത് പോട്ടെ. അപ്പോൾ ഇനി ഒന്നുകിൽ നിലത്ത്, ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കസേരയിലോ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക. ഒരു ലേശം നേരം, ഒരു 5 മിനിറ്റ് എല്ലാം ഒന്ന് കാമൻ ക്വയറ്റാക്കി വെച്ചിട്ട് നമ്മുടെ പുട്ടുണ്ടാക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ള കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് കുതിർന്നുണ്ടാവുമോ, അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ അടിച്ചാൽ വേവോ, ഈ ചിന്ത ഒന്നും ഇല്ലാണ്ട് വേണം ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ പുരുഷന്മാരെ സംബന്ധിച്ച് ആ ഒരു ചിന്ത, രാവിലത്തെ ഒരു വേവലാതി ഇല്ല എന്നുള്ളതാണ്. കാരണം എഴുന്നേറ്റിട്ട് ബാക്കിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണ് ഈ രാവിലെയുള്ള വേവലാതികളുള്ളത്. അപ്പൊ ഇത് എത്ര കണ്ട് പ്രായോഗികമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ ചെന്നിട്ട് അവിടേക്കാണ്ട് കയറിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ലോകമാണ് അല്ലേ. അവിടെ ഇതൊന്നും ബാധകമല്ലാത്തൊരു ലോകമാണ്. പോട്ടെ. എന്നാലും അങ്ങനെ ഇരുന്ന കുറച്ചു നേരം കയ്യൊക്കെ മടിയിൽ വെച്ച് ശാന്തമായിട്ടൊരു 5 മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കുക. നമ്മുടെ ഒരു സിസ്റ്റം ഒന്ന് നോർമൽ ആവാൻ വേണ്ടിയിട്ട്. അതിൽ നമുക്കൊരു സ്വരൂപത്തെ ധ്യാനിക്കാനൊക്കെ പറയും. എന്താണെങ്കിലും ഭഗവാൻ അങ്ങനെ ധ്യാനിക്കുന്നു. ആ രാവിലെ ധ്യാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം അതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ദിനചര്യകളിലേക്ക്, രാവിലത്തെ കാര്യങ്ങൾ, വല്യപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്നു. അത് കഴിഞ്ഞിട്ട് കുളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദിവസവും ഭഗവാൻ സന്ധ്യാവന്ദനം ചെയ്യുന്നുള്ളതാണ്. സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുകുലത്തുനിന്ന് ഉപദേശങ്ങളും മന്ത്രോപദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. രാവിലെ ഈ നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പുരുഷന്മാരുടെ വിചാരം ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചിലടത്ത് പറയാറുണ്ട്,
അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ട്, അമ്പലത്തിൽ പോയോ? ഇല്ല, അവള് പോയിട്ടുണ്ടേ, അവളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, അവൾക്കുള്ളതാണ് ഇതൊക്കെ, എനിക്കിതൊന്നും ആവശ്യമില്ല, ഞാൻ വൈകുന്നേരം ഇന്ന സ്ഥലത്തേക്കാണ് പോണത്, നമുക്ക് അവിടെ വേറെ ഉണ്ടല്ലോ പോകാൻ, അല്ലേ? എവിടെയെന്ന് മനസ്സിലായല്ലോ. അമ്പലത്തിലേക്ക് പോകാൻ അവളും ഇവിടേക്ക് പോകുന്നത് അവനുമായിട്ടുള്ള ഒരു രീതിയാണ് കണക്കാക്കിയിട്ടുള്ളത്. ശാസ്ത്രത്തിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ത്രീകൾ ഈ പുരുഷന്മാർ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ 1/6 സ്ത്രീകൾക്ക് അവകാശപ്പെട്ടത് അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മുമ്പൊക്കെ ഈ ഗ്യാസിന് സബ്സിഡി ഉണ്ടായിരുന്നു, അല്ലെ? ആധാർ കാർഡൊക്കെ ലിങ്ക് ചെയ്തിട്ട് ഗ്യാസിന് സബ്സിഡി കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഗ്യാസിന് മുഴുവൻ പൈസ കൊടുക്കും, ബാക്കി അക്കൗണ്ടിലേക്ക് വരും എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്? അതവിടെ ലിങ്ക് ആയതുകൊണ്ട് അക്കൗണ്ടിലേക്ക് വരും എന്നുള്ളതാണ്, ആ കാശ് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഇതുപോലെ പുരുഷന്മാർ ചെയ്യുന്നതായിട്ടുള്ള എന്ത് നല്ല പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരംശം, 1/6 സ്ത്രീകൾക്ക്, ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അതാരെയും സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ, ശാസ്ത്രത്തിൽ പറയുന്ന കാര്യം പറയണം. അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് കാരണം പറയാം. ഇപ്പൊ നമ്മുടെ അമ്പലത്തിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ 6 മണിക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, നാളെ എന്താണെങ്കിലും ഗണപതി ഹോമത്തിന് വരണം എന്നൊക്കെ വിശേഷമായിട്ട് ഗണേശ ചതുർത്ഥിയാണ്, അപ്പൊ ഗണപതി ഹോമത്തിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 പേരും കൂടി, ഭാര്യയും ഭർത്താവും കൂടി 6 മണിക്ക് നമുക്ക് പോകണം എന്ന് തീരുമാനിച്ച് അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. വിചാരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോ ഭർത്താവിന് ഏകദേശം 6 മണിക്ക് ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 5:30 എണീറ്റാലും മതി, അല്ലേ? എന്നാൽ തന്നെ 4 പ്രാവശ്യം വിളിക്കേണ്ടി വരും, അത് വേറെ കാര്യം, കാരണം നല്ല എന്നും ശീലമുള്ളത് കൊണ്ടേ. അപ്പൊ ഒരു 5:30 അല്ലെങ്കിൽ 5:15 എണീറ്റാലും മതി. എന്നാൽ ഭാര്യയ്ക്ക് 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞ കാര്യം നടക്കുമോ? 2 പേരും ഒരുമിച്ച് ഇവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്കും അതേപോലെ എണീറ്റാൽ മതിയാവോ? ഇല്ല. കാരണം ഭാര്യയ്ക്ക് ഒരു 4:30 എണീക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം വീട്ടിൽ മറ്റു കുറെ കാര്യങ്ങൾ ഉണ്ടാവും, വീട്ടിൽ വേറെ ആരെങ്കിലും, ഇപ്പൊ കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പൊ സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് ഈ ഭർത്താവ് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അദ്ദേഹത്തിന് മേശപ്പുറത്ത് ഒരു ചായയെങ്കിലും ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ട് വേണം വരാൻ, അല്ല? ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ 2 പേരും 6 മണിക്ക് ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഡ്യൂട്ടി കൂടുതൽ ചെയ്തത് ആരാ? ഭാര്യയാണ്. അപ്പൊ ഈ ഡ്യൂട്ടി കൂടുതൽ ചെയ്തതുകൊണ്ട് തന്നെ ഈ കാർന്നോര് ചെയ്തതായിട്ടുള്ള പുണ്യത്തിന്റെ ഒരംശം ഭാര്യയ്ക്ക് കൊടുക്കുന്നതാണ്. തിരിച്ചുള്ള സ്ഥലം ഉണ്ടാവും കേട്ടോ, ചിലടത്ത് അങ്ങനെയുണ്ടാവും. അതായത് ഭാര്യയെ വിളിച്ചോണത്തി ചായ ഉണ്ടാക്കി കൊടുത്തിട്ട്, അല്ല, അങ്ങനത്തെ ഭർത്താക്കന്മാരുള്ള സ്ഥലമുണ്ട്. അവർക്കാണെന്നുണ്ടെങ്കിൽ പുണ്യം തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ആരാണോ കൂടുതൽ അധ്വാനിക്കുന്നത് അവർക്ക് കിട്ടും. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലല്ലേ പലതും അറിയാൻ പറ്റുള്ളൂ, പുറമേ നടക്കണ മാതിരിയൊന്നുമല്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ആയിരിക്കും അതിന്റെ ഫലം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആരാണോ കൂടുതൽ പ്രയത്നിക്കുന്നത് അവരുടെ പുണ്യം ഒരംശം ആ ധർമ്മപത്നിക്ക് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് എന്ത് വേണ്ടാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വരില്ല എന്നുള്ളതാണ്. ഫിൽട്ടറിംഗ് ആണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ തോന്നിയാസം കാണിക്കണത്, അതിന് ഞാൻ ഉത്തരവാദിയല്ല. എന്താ അതിന് തെളിവ്? രാമായണത്തിൽ പറയുന്നുണ്ടല്ലേ, രത്നാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള കാട്ടാളൻ സപ്തർഷിമാരുടെ വാക്ക് കേട്ടിട്ട് പോയിട്ട് അവസാനം ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, അല്ലേ, നിങ്ങളൊക്കെ പോറ്റാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ അക്രമം മുഴുവൻ ചെയ്തത്, അതുകൊണ്ട് ഞാൻ വലിയ മഹാപാപാണത്രേ ചെയ്യണത്, എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ വലിയ പാപമാണ് ചെയ്യണത്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാപമൊക്കെ ചെയ്യണത്, അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഭാഗവാക്കാവില്ല എന്ന് ചോദിക്കണത്. നിങ്ങളോട് ആരാ തോന്നിയാസം കാണിക്കാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നല്ല വഴിക്ക് വല്ല കാശുണ്ടാക്കായിരുന്നില്ലേ? അതുകൊണ്ട് ആ പരിപാടി വേണ്ട എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അപ്പോ പുരുഷന്മാർക്ക് എപ്പോഴും നഷ്ടമാണ്. പണ്ടും ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കഷ്ടപ്പെടാൻ മാത്രമാണ് പാവങ്ങൾക്ക് യോഗമുള്ളത്. ഉള്ളത് വന്നു കഴിഞ്ഞാൽ ഒരു അംശം അങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ദിവസവും മുടങ്ങാണ്ട് പുരുഷന്മാരും ചെയ്യേണ്ടതാണ്. അല്ലാതെ ഭാര്യയെ വിട്ടു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വരില്ല എന്നുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ പോക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ കാര്യം. അല്ലാതെ പുരുഷന്മാർക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ മോശമാണ് എന്നുള്ള വിചാരം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുമ്പോ 1-2 ആളുകൾ നമ്മളായിട്ട് പരിചയമുള്ള ആളുകളുണ്ട്. ഒരു സ്ഥലത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോഴിക്കോട് പോവാറുണ്ട്. അവിടെ ഫാമിലിയായിട്ട് പരിചയമുണ്ട്. അപ്പൊ സാധാരണ നമുക്കറിയാലോ, ആവറേജ് ഒരു നാട്ടിൻപുറത്തുള്ള ഒരു അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മുക്കം ആ ഭാഗത്തുള്ള മലമ്പ്രദേശത്തുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് രാവിലെ മുതൽ അധ്വാനിക്കുക, ജീവിക്കുക എന്നുള്ളൊരു ചിന്താഗതി അല്ലാണ്ട് വേറെയുള്ള വലിയ ചിന്താഗതി ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അവിടുത്തെ ആ ഒരു ചേച്ചിയുണ്ട്.
ആ ചേച്ചി പതുക്കെ ഈ ലളിതാ സഹസ്രനാമൊക്കെ ജപിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. ഈ ജപിക്കാൻ തുടങ്ങിയ സമയത്ത് വീട്ടില് ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ സമയത്ത് ന്യൂസ് ഉറക്കെ വെക്കുക, TV വെക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് ചായ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വീട്ടിൽ, ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലേ, കാരണന്മാരവിടെ കിടന്ന് ബഹളം വെക്കുന്ന പരിപാടി ഉണ്ടാവും. ഒരു ചായയും തരില്ല, വൈകുന്നേരം ആകുമ്പോൾ ഓരോന്നങ്ങോട്ട് വായിക്കാൻ ഇരുന്നോളും എന്ന് പറഞ്ഞിട്ട് ലോകപ്പുകിലായിരിക്കും ഇങ്ങനെ. അപ്പൊ അവർ ചേച്ചി പറയാ, ഈ കാണുന്നൊന്നല്ല സ്വാമിയെ, എന്തായിരുന്നു അങ്കെന്നറിയോ എന്ന് പറയും. പക്ഷെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഹസ്ബൻഡ് വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും കാണാണ്ട് പഠിച്ചു എന്നുള്ളതാണ്. രണ്ടുപേരും ചൊല്ലും. ഭാര്യയ്ക്ക് ഇപ്പോഴും വിഷ്ണു സഹസ്രനാമം കാണാണ്ട് അറിയില്ല, ലളിതാ സഹസ്രനാമം മാത്രമേ അറിയൂ. ഇതിനെതിരെ പറഞ്ഞിരുന്ന മൂപ്പര് ഇപ്പൊ 2 ദിവസം ചൊല്ലി പുറത്ത് ജോലിക്ക് പോണ സമയത്തിന് മുമ്പായിട്ട് ഈ സഹസ്രനാമം ചൊല്ലിയിട്ടേ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരാളായിട്ട്, ഒരു ചെറുപ്പക്കാരൻ, ഒരു 10-45 വയസ്സുള്ള ഒരാളായിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ. അപ്പൊ അയാൾ പറയാ, സ്വാമിജി എനിക്ക് വലിയ വിദ്യാഭ്യാസമോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല, സാമാന്യ മനുഷ്യനാണ്. പക്ഷെ ഞാനൊരു 10 വർഷമായിട്ട് ലളിതാ സഹസ്രനാമം മുടങ്ങാതെ ജപിക്കുന്ന ഒരാളാണ്. മുടങ്ങാതെ ജപിക്കും. പക്ഷെ ഒരു സത്യമുണ്ട് കേട്ടോ, ഈ പറയുന്നതൊക്കെ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന് തുടങ്ങിയതിന് ശേഷം, ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം, ഈ സഹസ്രനാമം അങ്ങനെ ജപിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടായിട്ടില്ല. ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏതെങ്കിലും നിലയ്ക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കാറുണ്ട്. അതിപ്പോ വലിയ സംഭവങ്ങളൊന്നുമല്ല അല്ലേ, നമുക്ക് അത്ര വലിയ ആഗ്രഹങ്ങൾ. എന്നാലും ഞാനൊരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അതിന് ഇന്ന് വരെ തടസ്സം നേരിട്ടിട്ടില്ല. അതുപോലെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കൊരു പ്രത്യേക പരിഗണന ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ സഹസ്രനാമൊക്കെ ജപിക്കണോണ്ട് സ്വാമിജി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാട്ടോ, അത് വളരെ സത്യമാണ്. അതിൻ്റെ ഒരു മഹാത്മ്യം, ഒരു മഹിമ എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ കുടുംബത്തില് ഒരു കഷ്ടപ്പാട്, നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയിൽ പെട്ടു എന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ അങ്ങനെയുണ്ട്, നമ്മൾ ആകെ കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ വരാറുണ്ട്. പക്ഷെ ഏതെങ്കിലും വഴിക്ക് നമ്മൾ അതിന് റിക്കവർ ആവുന്നത് കാണാം. നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ എങ്ങനെയാണ് അതൊന്ന് കയറി വരുന്നത്. ആ രീതിയിൽ എന്തോ സംതിങ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്നു എന്നുള്ളതായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് വരാറുണ്ട് എന്ന് പറയണം. അപ്പൊ ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ മഹത്വം എന്ന് പറയുന്നത്. ഈ നമ്മൾ എന്തെങ്കിലും ഒരു അനുഷ്ഠാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പിന്തിരിപ്പൻ ആശയങ്ങളായിട്ട് വേറെ ഏതോ നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനല്ല ഈ പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അനുഭവങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. അപ്പൊ കൃഷ്ണൻ ദിവസവും ഇതൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇത് ആവശ്യം ഉണ്ടായിട്ടല്ല. കൃഷ്ണനെ പോലെ സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും പതറാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, ആ ആത്മവീര്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഇത് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു, ദിവസവും ദാനം ചെയ്യും കൃഷ്ണൻ. നമ്മളും അതുപോലെ വേണം എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ ആരോഗ്യവും ബുദ്ധിയും എത്ര മൈന്യൂട്ടായിട്ടാണ് ഇതിലൂടെ ഓരോ സിസ്റ്റങ്ങൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് അറിയാം. ഒന്ന് തല പിടിച്ച് നന്നായിട്ട് കുലിക്കുക, എവിടേക്കാണ് കണക്ഷൻ, വയറ് വിട്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല. അത്രയും കാര്യമുള്ളൂ നമ്മുടെ, അല്ലേ? നമ്മുടെ ഈ തലച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടാണ്. ഓരോ കാര്യം വരുന്ന സമയത്ത് നമ്മൾ അത് കാണുന്നു, തിരിച്ചറിയണോ, നാളത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്നു. മിനിഞ്ഞാന്ന് കണ്ട ആളെ മറക്കുന്നില്ല, ഇന്നലത്തെയാണ്, ഇന്നത്തെ ഫയലുകളും ഫോൾഡറുകളും ഒക്കെ ആക്കിയിട്ട് ഈ തലച്ചോറിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇതൊന്ന് കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമ്മൾ ഈ പാട്ടും പാടി നടക്കുന്നുള്ളതാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ പാട്ട് പാടുന്നതും അപ്പുറത്ത് പാട്ട് പാടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ആർക്കെങ്കിലും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും ആവാം. ഇത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യണത് ഈ വണ്ടിയെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കുന്നു. വേറെ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന് ഒരു പ്രാർത്ഥനയായിട്ട്, ഭഗവാനെ കൂടുതലൊന്നും സാധിക്കില്ല, എന്നാലും എൻ്റെ ഒരു 10 രൂപ അത്രയൊക്കെ പറ്റൂ, അല്ലേ, എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഒന്നെങ്കിൽ വീട്ടിലൊരു പൂജാമുറിയിൽ ചെറിയൊരു ഹുണ്ടിക മാതിരി വെക്കുക. എന്നിട്ട് അതിൽ ഇടുക, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് പോകുന്നതിന് മുമ്പ്, ഭഗവാനെ ഞാൻ നന്നായിട്ട് അധ്വാനിക്കാൻ തയ്യാറാണ്, നിന്റെ ഒരു അനുഗ്രഹം കൂടി എനിക്ക് ഉണ്ടാവണം എന്നിട്ട് പറഞ്ഞിട്ടൊന്ന് ചെയ്തു നോക്കൂ. ഒരു കൊല്ലം നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രം എല്ലാം കൂടി കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കളഞ്ഞോളൂ.
ഒരിക്കലും നമുക്കൊരു അങ്ങനെയുള്ളൊരു വിഷയം, നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ തുടരരുത് എന്നുള്ളതാണ്. ഒരു കൊല്ലം നിങ്ങൾ സഹസ്രനാമം ഏതെങ്കിലും ഒന്ന് ജപിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ കഷ്ടപ്പാടും പ്രശ്നങ്ങളും കൂടുകയാണ്, നിങ്ങളുടെ മനസ്സിന് അസ്വസ്ഥത കൂടുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോയി അത് കത്തിച്ചു കളഞ്ഞേക്കോ സാധനം. അത്രയും ഉറപ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോ അങ്ങനെ ചെയ്തു നോക്കുക, നമുക്കതിൻ്റെ മാറ്റങ്ങൾ അറിയാം. എന്നിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിലോ മറ്റോ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ എത്രയോ അതുപോലെ തന്നെ നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ വല്ലപ്പോഴും ഒക്കെ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അനാഥാലയങ്ങളോ മറ്റതൊക്കെ ഉണ്ടാവും. അവിടെ കൊണ്ടുപോയിട്ട് പാവങ്ങളായിട്ടുള്ള ആളുകളുള്ള സ്ഥലത്ത് എന്തെങ്കിലും കൊടുക്കുക. എത്രയോ ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഇന്ന് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകാനുള്ള ചുറ്റുപാടുകളൊക്കെ ഉണ്ട് അല്ലേ? നാളെ എങ്ങനെ ഉണ്ടാവുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്രയോ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും വരുന്നത്. എത്രയോ ആളുകളുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വയനാട് നമ്മൾ കണ്ടു, എത്രയൊക്കെയോ വളർന്നു. ഏതെല്ലാം തരത്തിലുള്ള ആളുകളാണ് ഒരു നിമിഷം കൊണ്ട് തകിടം മറിയാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഉള്ളതിൽ നിന്ന് ഒരു പങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുക. അപ്പൊ അവരുടെ ഒരു പ്രാർത്ഥന ഉണ്ടാവും നമുക്ക്. അതുപോലെ തന്നെയാണ് ഈ പഞ്ചമഹായജ്ഞങ്ങളിൽ വരുന്ന വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഇന്ന് രാവിലെ അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചു, പിന്നെ അത് മറന്നുപോയി. ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു അമ്മ അവിടെ രാവിലെ പ്രാവുകൾക്ക് അരി കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? എല്ലാം കൂടി വന്ന് അവിടെ നിന്ന് വലിയൊരു കാര്യമാണ് അല്ലേ? ജീവജാലങ്ങൾക്ക് കുറെ പ്രാവുകളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും നമ്മളെക്കാളും ഭേദമാണ്. ഒരു പ്രാവ് ഈ അരി കൊത്തി തിന്നിട്ട് നമ്മളെ ചീത്ത പറഞ്ഞു പോവില്ല. നമ്മളാണ് കല്യാണത്തിന് പോയിട്ട് ഗംഭീരമായിട്ടുള്ള സദ്യയും പായസമൊക്കെ കഴിച്ചു വന്നിട്ട് പായസം ഒന്നുകൂടി നന്നാവായിരുന്നു, സാമ്പാർ അത്ര ശരിയായില്ല കേട്ടോ. ഇത് മുഴുവൻ കാശ് ചെലവാക്കിയിട്ട് അല്ലെ, കാശും അധ്വാനം ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് പോയിട്ട് കഴിച്ചു വന്നിട്ടാ പറഞ്ഞത് അല്ലേ? മനുഷ്യൻ മാത്രമേ ചെയ്യുള്ളൂ, വേറെ ഒരു ജീവിയും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഈ വേനൽക്കാലമൊക്കെ വരുന്ന സമയത്ത് വീട്ടിലോ പറമ്പിലോ ഒക്കെ എന്തെങ്കിലും കുറച്ച് വെള്ളം ഒരു പാത്രത്തിലൊക്കെ വെച്ചു കൊടുക്കുക. എത്ര ജീവികളാണെന്നറിയോ ദാഹിച്ച് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിച്ച് അത് നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുള്ളൂ. ഇവന് നല്ലത് ജീവിതത്തിൽ ഇനിയും ചെയ്യാൻ തോന്നട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയുണ്ടാവും. അതുപോലെ ഈ പക്ഷികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുക. അത് ഏറ്റവും നല്ല പിതൃക്ക് ദോഷമൊക്കെ മാറുന്നതിന് ഏറ്റവും നല്ല കാര്യമാണ്. ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം ഇപ്പൊ ചോറ് വെക്കുക. ഇനിയിപ്പോ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ചോറ് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് എടുത്തിട്ട് ഒരു പിടി ചോറ് ഒരു ഇലയിലെടുത്ത് കുറച്ച് പുറത്ത് കൊണ്ടുവച്ച് കൊടുക്കുക. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് പിതൃക്കള് അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ വന്ന് കഴിച്ചോട്ടെ, ഒരു ഇലയിൽ കുറച്ചൊരു പിടി എടുത്തിട്ട് അത് അവിടെ ഒരു പുറത്ത് ഒരു വൃത്തിയുള്ള ഒരു ഭാഗത്ത് എവിടെങ്കിലും നമ്മുടെ എന്തെങ്കിലും മതിലിന്റെ മുകളിൽ എവിടെങ്കിലും വെച്ചു കൊടുക്കുക. ഒരു 4 ദിവസമൊക്കെ വെച്ചു കൊടുത്തോക്കോ, കാക്ക വരും, അണ്ണാൻ വരും, എത്ര ജീവികൾ വന്ന് കഴിക്കുന്നറിയോ അല്ലേ? എത്ര ജീവികളുടെ വയറ് നിറയും. ഒരു യജ്ഞമാണത് നമ്മൾ ചെയ്യുന്ന. നമ്മൾ വേണ്ടിയിട്ട് മാത്രമല്ല. അപ്പൊ പിന്നെ നമ്മൾ ഭക്ഷണം ബാക്കി വന്നിട്ട് കൊടുക്കണം. അത് നമ്മൾ എച്ചിലാണ് കൊടുക്കുന്നത്. എച്ചില് കൊടുക്കുന്നതും നമ്മൾ ശുദ്ധമായിട്ട് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസം. ശുദ്ധമായിട്ട് നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ അത് യജ്ഞമായിട്ട് മാറും, മറ്റത് എച്ചില് കൊടുക്കുകയാണ്. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നല്ല വിശപ്പുണ്ട്, വിശപ്പ് മാറാൻ ഭക്ഷണം കഴിച്ചാൽ മതി. ആരെങ്കിലും കഴിച്ചതിന്റെ ബാക്കി നമുക്ക് തരുന്നത് നല്ല ഭക്ഷണം തരുന്നത് തമ്മിൽ വ്യത്യാസമില്ലേ? അതുപോലെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിതൃ ദോഷങ്ങളൊക്കെ മാറാനുള്ള ഏറ്റവും വലിയ കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്തു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് കൃഷ്ണന്റെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെയാണ് ജോലിക്ക് പോകുന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് കൃഷ്ണൻ എത്ര മണിക്ക് എണീറ്റിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണോ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുകയാണോ എന്നുള്ളത് എന്തിനാ ഇവിടെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ പ്രസക്തി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഏതാണെങ്കിലും ശരി, ഇന്നത്തെ ഭാഗം നമുക്ക് ഈ ഭഗവാന്റെ ദിനചര്യയോട് കൂടിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നല്ലതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഭാഗം ഇവിടെ സമർപ്പിക്കാം. നാളെ നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഭാഗവത പാരായണം നാളെ ഉച്ചയോടുകൂടി നമുക്ക് സമാപിക്കും. നാളെ 7ാമത്തെ ദിവസമാണ്. അപ്പൊ ഉച്ചയോട് കൂടിയിട്ട് നമുക്കിത് പൂർണ്ണമാവും എന്നുള്ളതാണ്. നാളെ വൈകുന്നേരം ഈ പ്രഭാഷണം ഉണ്ടാവില്ല. നാളെ അവിടുത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത്
കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നാളെ ഗണേശ ചതുർത്ഥിയാണ്. ഗണേശ ഭഗവാന്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളൊക്കെ മാറി ജീവിതത്തിൽ എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാവട്ടെ. അതിന് ഭഗവാൻ സാക്ഷാൽ ദേവസേനാപതിയായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയും. ഭക്ഷണം